നമസ്കാരം. ജിയാങ്ഗുവിന്റെ ആ ഡ്രാഗൺ ഫിസ്റ്റും മാർക്ക് ഫെല്ലറുടെ ആ നീല ഫ്ലെയിമും കൂട്ടിയിടിച്ച ആ നിമിഷത്തിൽ ശരിക്കും ആ സെമിത്തേരിക്ക് മുകളിൽ ആ പ്രകാശം വ്യാപിക്കുകയാണ്. ആ പ്രകാശം അങ്ങനെ വ്യാപിക്കുന്ന ആ നിമിഷത്തിൽ ജിയാങ് ബ്ലാക്ക് മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ജിയാങ് ബ്ലാക്ക് നിൽക്കുന്നതിന് തൊട്ടു മുന്നിൽ ശ്മശാനത്തിനകത്ത് നിന്ന് ഒരു കറുത്ത പുക ഉയരുന്നതാണ് ജിയാങ് ബ്ലാക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ജിയാങ് ബ്ലാക്ക് കണ്ട കാഴ്ച സ്വാഭാവികമായും ഫ്രെഡിയും കണ്ടു. ഏയ് ജിയാങ്, എന്തായി കറുത്ത പുക? അങ്ങനെ ഫ്രെഡി ചോദിക്കുമ്പോൾ ജിയാന്റെ കണ്ണുകൾ അവിടെ നിന്ന് അടുത്ത പ്ലേസിലേക്ക് നീങ്ങി. അവിടെ നിന്നും കറുത്ത പുക ഉയരുകയാണ്. പെട്ടെന്നാണ് ജിയാങ്ങിനും ഫ്രെഡിക്കും ആ കാഴ്ച കൂടുതൽ വ്യക്തമാകുന്നത്. ആ ശ്മശാനത്തിന് ചുറ്റും 8 പ്ലേസുകളിൽ നിന്നായി പുക ഉയരുകയാണ്. ആ 8 പ്ലേസുകളിൽ നിന്നും ഉയർന്ന പുക അതിവേഗം അനുസ്യൂതം മാർക്ക് ഫെല്ലർ നിൽക്കുന്ന ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതാണ് തുടർന്ന് ജിയാങ് ബ്ലാക്കും അതുപോലെ ഫ്രെഡിയും കണ്ടത്. അവര് കണ്ട ഈ കാഴ്ച സ്വാഭാവികമായിട്ടും ആ ഭാഗത്തുള്ള മറ്റാളുകളൊക്കെ കണ്ടു. സകലരും അമ്പരപ്പോടെ ശ്മശാനത്തിനകത്തേക്ക് നോക്കുകയാണ്. ശ്മശാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കറുത്ത പുക മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വരികയാണ്. ഈ കാഴ്ച ജിയാങ്ഗുവിന്റെ ആ ഇന്റേണൽ ഷീയും മാർക്ക് ഫെല്ലറുടെ ആ നീല ഫ്ലെയിമും തമ്മിൽ കൂട്ടിയിടിച്ച സമയത്തുണ്ടായ പ്രകാശം ഒന്ന് മങ്ങിപ്പോ എല്ലാവരും കണ്ടു. മാർക്ക് ഫെല്ലറുടെ ഇടിയേറ്റ് ആ 2 ഡ്രാഗണുകളും ഒന്ന് സ്ട്രക്കായെങ്കിലും വീണ്ടും അവ മുന്നോട്ട് കുതിക്കാനായി പോകുമ്പോഴാണ് ജിയാങ്ഗു ആ കാഴ്ച കാണുന്നത്. ആ ശ്മശാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാർക്ക് ഫെല്ലർക്ക് നേരെ കറുത്ത പുക പാഞ്ഞു വരുന്ന കാഴ്ച അയാളും കണ്ടു. അങ്ങനെ മാർക്ക് ഫെല്ലർക്ക് അടുത്തേക്ക് വന്ന ആ കറുത്ത പുക പെട്ടെന്ന് മാർക്ക് ഫെല്ലറുടെ ചുറ്റും ഒരു വലയം തീർക്കുകയാണ്. കറുത്ത പുകയുടെ ഒരു ചുഴിക്കുള്ളിലാണ് ഇപ്പോ മാർക്ക് ഫെല്ലർ. ജിയാങ്ഗു അയാളുടെ 2 കൈയും ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. അയാളെ കൈ ചലിപ്പിച്ചാൽ ആ നിമിഷം ഡ്രാഗണുകൾ വീണ്ടും മുന്നോട്ട് കുതിക്കും. മുന്നിൽ കണ്ട കാഴ്ച എന്താണെന്ന് മനസ്സിലാകാതെ ജിയാങ്ഗു ആ 2 കൈയും അങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ജിയാങ്ഗുവിനോട് പറഞ്ഞു, ഏയ് ജിയാങ്, ഞാൻ എന്തിനാ ഈ ശ്മശാനത്തിലേക്ക് തന്നെ നിന്നെ വിളിപ്പിച്ചെന്ന് നിനക്കിപ്പോ മനസ്സിലായി കാണും അല്ലേ? മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യം ശരിക്കും ഒരു വല്ലാത്ത ചോദ്യമാണ്. ആ ചോദ്യം ആ കൂടി നിൽക്കുന്ന മുഴുവൻ ജനത്തിന്റെ മനസ്സിലും പലതവണ തോന്നിയ ചോദ്യമാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യനും ശ്മശാനത്തിൽ വെച്ച് ഒരു ഫൈറ്റ് നടത്താറില്ല. മാർക്ക് ഫെല്ലർ ജിയാങ്ഗുവിനെ നേരിടാനായി ശ്മശാനത്തിനെ തിരഞ്ഞെടുത്തതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെയും ആളുകൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആ സംശയം ആളുകളുടെ മനസ്സിൽ നിൽക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലർ തന്നെ ആ ചോദ്യം ചോദിക്കുന്നത്. മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ജിയാങ്ഗുവിനുമില്ല. ആദ്യം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും ജിയാങ്ഗു മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, നിന്റെ തട്ടിപ്പൊന്നും എന്റെ അടുത്ത് വേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും ആ 2 കൈയും മുന്നോട്ട് ചലിപ്പിച്ചു. ആ നിമിഷത്തിൽ ആ കറുത്ത ചുഴിക്കകത്തുണ്ടായിരുന്ന മാർക്ക് ഫെല്ലർ അയാളുടെ ചുറ്റുമുള്ള ആ കറുത്ത എനർജി പൂർണ്ണമായും മാർക്കിന്റെ വലത് കൈയിലേക്ക് കൊണ്ടുവന്നു. ആ ശ്മശാനത്തിനകത്തുള്ള മുഴുവൻ ഡാർക്ക് എനർജിയും മാർക്ക് അയാളുടെ വലത് കൈയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച ജിയാങ് ബ്ലാക്കും കണ്ടു. ജിയാങ് ബ്ലാക്ക് ഉടൻ ഫ്രെഡിയോട് പറഞ്ഞു, ഫ്രെഡി, ഇത് ഫോർമേഷനാണ്. മാർക്ക് ഒരു ഡോക്ടറും ആൽക്കമിസ്റ്റും മാർഷൽ ആർട്ടിസ്റ്റും മാത്രമല്ല, ഒരു ഫോർമേഷൻ മാസ്റ്റർ കൂടിയാണ്. ശരിക്കും മാർക്ക് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് 8 കോണുകളുള്ള ഒരു കളമാണ്. ആ ശ്മശാനം പൂർണ്ണമായും മാർക്ക് സൃഷ്ടിച്ചിരിക്കുന്ന കളമായി മാറിയിരിക്കുകയാണ്. നമ്മൾ പൂജകളുടെ ഭാഗമായി കളം വരയ്ക്കുമല്ലോ, അതേപോലെ ഒരു കളമാണ് യഥാർത്ഥത്തിൽ മാർക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കളത്തിലെ 8 മൂലകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഡാർക്ക് എനർജി പുറത്തേക്ക് വരുന്നത്. ആ 8 കോണുകൾക്കുള്ളിലാണ് ഇപ്പോ സാക്ഷാൽ ജിയാങ്ഗു ഉള്ളത്. ജിയാങ്ഗു മാർക്ക് വരച്ച കളത്തിനകത്താണെന്ന് അർത്ഥം. അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ജിയാങ്ഗുവിന് വ്യക്തമായും മനസ്സിലായിട്ടില്ല. താൻ മാർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ആ കളത്തിനകത്താണെന്നുള്ള കാര്യം തിരിച്ചറിയാത്ത ജിയാങ്ഗു അയാളുടെ 2 കൈയും മുന്നോട്ട് ചലിപ്പിച്ചപ്പോൾ ഒരു മുഴക്കത്തോടുകൂടി 2 ഡ്രാഗണുകളും മാർക്കിനെതിരെ പാഞ്ഞു വരികയാണ്. അതേ നിമിഷത്തിൽ മാർക്ക് വലത് കൈയിലെ കറുത്ത പ്രകാശം ഉള്ളൻ കൈയിലേക്ക് ഒതുക്കിയിട്ട് ഒരൊറ്റ ഇടി. മാർക്കിന്റെ കൈയുടെ ആക്ഷൻ അനുസരിച്ച് മാർക്കിന്റെ കയ്യിൽ നിന്ന് ഒരു കറുത്ത പ്രകാശം ശരിക്കും ലൈറ്റനിങ് വേഗതയിൽ മുന്നോട്ട് കുതിച്ചിരുന്നു. ആ കറുത്ത പ്രകാശം ജിയാങ്ഗുവിന്റെ 2 ഡ്രാഗണുകളും മുന്നോട്ട് വെച്ച് ആ പ്രകാശത്തെ തല്ലി തകർത്തുകൊണ്ട് മുന്നോട്ട് പോയതും ജിയാങ്ഗുവിന്റെ കണ്ണുകൾ ശരിക്കും വല്ലാതെ വിടർന്നു വരികയാണ്. അയാൾ അമ്പരന്ന് പോയിരിക്കുകയാണ്. അയാളുടെ വാ പോലും പൊളിഞ്ഞു നിൽക്കുകയാണ്. അയാളുടെ ആ മാന്ത്രിക സൃഷ്ടി
ഡിവൈൻ ഡ്രാഗൺ ഫിസ്റ്റ് രണ്ടും ഇത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ശരിക്കും ആ ഡ്രാഗൺ ഫിസ്റ്റ് തകർന്ന് തരിപ്പണമാകുമ്പോൾ അമ്പരന്ന് പോയ ജിയാങ്കു പെട്ടെന്നാണ് ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. അയാളുടെ തൊട്ടു മുന്നിൽ സാക്ഷൽ മാർക്ക് ഫെല്ലർ നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആ കറുത്ത ചുഴിക്കുള്ളിൽ നിന്ന് എപ്പോഴാണ് മുന്നോട്ട് കുതിച്ചതെന്ന് യഥാർത്ഥത്തിൽ ജിയാങ്കുവിന് മനസ്സിലായിട്ടില്ല. ജിയാങ്കുവിന്റെ തൊട്ടു മുന്നിൽ മാർക്കിനെ കണ്ടതും ജിയാങ്കു മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, ഇനി നിനക്ക് രക്ഷയില്ലടാ. തൊട്ടു മുന്നിൽ മാർക്കിനെ കിട്ടിയ സന്തോഷത്തിലാണ് അയാളത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജിയാങ്കു ശക്തമായി ഒരൊറ്റ ഇടി. മാർക്ക് പ്രതീക്ഷിച്ച അതേ ആക്ഷനിലേക്ക് ജിയാങ്കു കടന്നിരിക്കുകയാണ്. മാർക്കിനെ അതിശക്തമായി ജിയാങ്കു ഇരു കൈയും വെച്ച് പഞ്ച് ചെയ്യുമ്പോൾ മാർക്കും തിരിച്ച് പഞ്ച് ചെയ്യുകയാണ്. മാർക്കിന്റെ കൈ ജിയാങ്കുവിന്റെ കയ്യിൽ പതിഞ്ഞതും ജിയാങ്കുവിന്റെ ശരീരത്തിലൂടെ ഒരു ഇലക്ട്രിക് കറണ്ട് കടന്നുപോയ ഒരു ഫീല് ജിയാങ്കുവിനുണ്ടായി. അയാൾ തെറിച്ചു. നിന്ന സ്ഥലത്ത് നിന്ന് എടുത്തെറിയപ്പെട്ടതുപോലെ ജിയാങ്കു അനവധി അടി ദൂരേക്ക് വന്ന് വീണു. ജിയാങ്കുവിന് എന്താണ് സംഭവിച്ചത് മനസ്സിലായിട്ടില്ല. അയാൾ ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. മാർക്കാണെങ്കിൽ ഒരു ഇന്റർണൽ സ്ട്രെങ്ത് മാസ്റ്റർ ഹാൻഡ്സുമാണ്. തമ്മിൽ ഒരുപാട് അകലമുണ്ട്. ഒരു മാസ്റ്റർ ഹാൻഡ്സുകാരന്റെ ഇടിയേറ്റ് താൻ ദൂരേക്ക് തെറിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഗ്രാൻഡ് മാസ്റ്ററായ ജിയാങ്കു കരുതിയിട്ടുണ്ടായിരുന്നില്ല. തറയിൽ വീണ അയാൾ ചാടി എണീക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മാർക്ക് തൊട്ടടുത്തെത്തിയിരുന്നു. മാർക്ക് അടുത്തെത്തുമ്പോഴേക്കും ചാടി എണീറ്റ ജിയാങ്കു വീണ്ടും മാർക്കിനെ ആക്രമിക്കുമ്പോൾ മാർക്ക് ഇരു കൈയും കൊണ്ട് പറ പഞ്ചിങ് തുടങ്ങി. ശരിക്കും ജിയാങ്കുവിന് തിരിച്ചിടിക്കാൻ കഴിയും മുമ്പ് ഒരു ഡസൻ തവണയെങ്കിലും മാർക്ക് ജിയാങ്കുവിനെ ഇടിച്ചു കാണും. ജിയാങ്കുവിന്റെ നെഞ്ചു മുതൽ വയറു വരെ തലങ്ങും വിലങ്ങും മാർക്ക് ആഞ്ഞിടിക്കുകയാണ്. ഇടിയേറ്റ് ജിയാങ്കു തെറിച്ച് തറയിലേക്ക് വീണു. ഒരു കല്ലറയുടെ പുറത്ത് വീണിട്ട് അവിടെ നിന്ന് തറയിലേക്ക് വീഴുകയായിരുന്നു. ജിയാങ്കു വീണ സ്ഥലത്തെത്തിയ മാർക്ക് വീണ്ടും ജിയാങ്കുവിനെ ഇടിക്കാൻ തുടങ്ങി. ഈ കാഴ്ച ആ ശ്മശാനത്തിന് ചുറ്റുമുള്ള മുഴുവൻ ആളുകളും വിശ്വസിക്കണമോ വേണ്ടയോ എന്നറിയാതെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെൽഷ്യറിലെ ദ വൺ ആൻഡ് ഓൺലി ഗ്രാൻഡ് മാസ്റ്റർ ജിയാങ്കുവിനെ മാർക്ക് ഫെല്ലർ ആ ശ്മശാനത്തിനകത്തിട്ട് പട്ടിയെ തല്ലുപോലെ തല്ലുകയാണ്. മാർക്കിന്റെ തുടർച്ചയായുള്ള ഇടിയേറ്റ് അവസാനം ജിയാങ്കുവിന് ബോധം നഷ്ടമായി. അയാൾ അനക്കമില്ലാതായതും മാർക്ക് ഒന്ന് നിർത്തി. മാർക്ക് ആ ഇടി നിർത്തുമ്പോൾ ശ്മശാനത്തിന് ചുറ്റും ശ്മശാനത്തിന് അകത്തുള്ളതിനേക്കാൾ നിശബ്ദതയാണ് ഉള്ളത്. ഒരാളും ശബ്ദിക്കുന്നില്ല. സാക്ഷാൽ ജിയാങ് ബ്ലാക്ക് പോലും നിശബ്ദനായി ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാളോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് അയാൾ മാർക്കിനെ കണ്ടതാണ്. ആ മാർക്കല്ല ഇപ്പോ അയാളുടെ മുന്നിൽ നിൽക്കുന്ന മാർക്ക്. ഒരു ഗ്രാൻഡ് മാസ്റ്ററെ പരസ്യമായി ഈ ശൈലിയിൽ തോൽപ്പിക്കാൻ മാർക്കിന് കഴിയുമെന്ന് ജിയാങ് ബ്ലാക്ക് എങ്ങനെ വിശ്വസിക്കുക? ജിയാങ് ബ്ലാക്കും ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. പക്ഷെ ജിയാങ് ബ്ലാക്കിന് ആ കാഴ്ച വളരെ സന്തോഷം ഉണ്ടാക്കുകയാണ്. അയാളുടെ ബോസ് എമിലി ബ്ലാക്കിന്റെ തീരുമാനം 100% ശരിയാണെന്ന് ഒരു തോന്നൽ ജിയാങ് ബ്ലാക്കിന് ഉണ്ടാവുകയാണ്. ആ തോന്നൽ ഉണ്ടായതും ജിയാങ് ബ്ലാക്ക് പെട്ടെന്ന് കൈയടിച്ചു. ആ നിമിഷത്തിൽ അവിടെ ആദ്യമായി ഉയർന്ന കൈയടി ജിയാങ് ബ്ലാക്കിൻ്റെതാണ്. ജിയാങ് ബ്ലാക്കിന്റെ ആ കൈയടിക്ക് പെട്ടെന്ന് പ്രതിധ്വനി ഉണ്ടായി. ആ ശ്മശാനത്തിന് ചുറ്റുമുള്ള സകല ആളുകളും കൈയടിച്ചു തുടങ്ങി. നേരത്തെ ജിയാങ്കുവിന് എതിരായിട്ട് മാർക്കിനെ പിന്തുണച്ച് കൈയടിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്താൽ ജിയാങ്കു എന്ത് കരുതും, അല്ലെങ്കിൽ ജിയാങ് കുടുംബം തങ്ങൾക്ക് എതിരാവോ എന്നൊക്കെ ഒരു ഭയം പലർക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഭയം എല്ലാം മാറിയിരിക്കുകയാണ്. സകലരും ആർത്തു വിളിക്കുകയാണ്. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ചിൽഷെയറിലെ അധികാരം മാറുകയാണ്. ചിൽഷെയറിൽ ഇതുവരെ സകലതും തീരുമാനിച്ചിരുന്നത് ജിയാങ് കുടുംബമാണെങ്കിൽ ഇനി ആ തീരുമാനം എടുക്കാൻ പോകുന്നത് മാർക്ക് ഫെല്ലറാണ്. ആളുകൾക്ക് ഇപ്പോ അതിൽ ഒരു സംശയവുമില്ല. ആളുകൾ ഇങ്ങനെ ആർത്തു വിളിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ശ്മശാനത്തിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്. ശരിക്കും മാർക്കിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് സത്യം. അവന്റെ ശരീരത്തിൽ അവസാന ഊർജം വരെ എടുത്തുപയോഗിച്ചാണ് ജിയാങ്കുവിനെ തകർത്തിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് ഒരുപാട് മുകളിലുള്ള ഒരാളെ നേരിടുമ്പോൾ ശരീരത്തിൽ അവസാന ഊർജം വരെ എടുത്തു ഉപയോഗിക്കേണ്ടി വരും. അത് തന്നെയാണ് മാർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. നടന്ന് ശ്മശാനത്തിന്റെ ഗേറ്റ് വരെ എത്തിയ മാർക്ക് തിരിഞ്ഞ് ജിയാങ്കുവിനെ നോക്കി പറഞ്ഞു, ഏയ് ജിയാങ്കു, നിന്നെ ഞാൻ കൊല്ലുന്നില്ല. നിന്നെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ട് ശ്മശാനത്തു നിന്ന് പുറത്തിറങ്ങിയ മാർക്ക് കാറിന് നേരം നടക്കുമ്പോൾ മാസ്റ്റർ സാഹോ ഓടി മാർക്കിന്റെ അടുത്തെത്തി. മാസ്റ്റർ സാഹോയ്ക്ക് മാർക്ക് ശരിക്കും ക്ഷീണിതനാണെന്ന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. മാസ്റ്റർ സാഹോയുടെ ഡാൻറ്റെയിൻ ഇടിച്ച് തകർത്ത കക്ഷിയാണ് ജിയാങ്കു. ആ ജിയാങ്കുവിനെ പരസ്യമായി മാർക്ക് പരാജയപ്പെടുത്തിയതിൽ വല്ലാത്തൊരു സന്തോഷം മാസ്റ്റർ സാഹോയ്ക്കുണ്ട്. ഓടി അടുത്തെത്തിയ മാസ്റ്റർ സാഹോ ഒരു കൈ കൊണ്ട് മാർക്കിനെ താങ്ങി
മാർക്കിനെ ഒരു പരുവത്തിൽ മാർക്കിനെ കാറിലേക്ക് കയറ്റി. മാർക്കിന്റെ കാറിലേക്ക് കയറ്റിയിട്ട് മാസ്റ്റർ സാഹോ അയാളുടെ ഒരു സുഹൃത്തിനോട് അയാളുടെ കാറിൽ അയാളെ ഫോളോ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് സാഹോ മാർക്കിന്റെ കാറിനകത്തേക്ക് കയറി. ബാക്കിലത്തെ സീറ്റിൽ മാർക്കിനെ ചാരി ഇരുത്തുന്ന സാഹോ ആ കാഴ്ച കണ്ടു. മാർക്ക് ആ സീറ്റിലേക്ക് മറിഞ്ഞു വിടുന്ന കാഴ്ച. സാഹോ അതിവേഗം മാർക്കിനെ കൊണ്ട് മാർക്കിന്റെ ഹോട്ടലിലെത്തി. അവിടെ എത്തിയ ഉടൻ തന്നെ സാഹോ മാർക്കിനെ ബലമായി കുടിക്കാൻ വെള്ളം കൊടുക്കുകയാണ്. ശരിക്കും ഒരു കലം വെള്ളം മാർക്ക് കുടിച്ചു എന്ന് പറയാം. മാർക്കിന് ബോധം വീണെന്ന് കണ്ടതും സാഹോ മാർക്കിനെ കിടക്കയിൽ കിടത്തിയതിനു ശേഷം മുറിയടച്ച് പുറത്തേക്ക് പോയി. ഈ രംഗങ്ങൾ അവിടെ ഇങ്ങനെ അരങ്ങേറുമ്പോൾ ജിയാങ് ഗുവിനെ അയാളുടെ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. ആ ദിവസം പിന്നെ മറ്റൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഈ വാർത്ത അതിവേഗം സ്പ്രെഡ് ചെയ്യുകയാണ്. ആ വാർത്ത അതിവേഗം സ്പ്രെഡ് ചെയ്യുമ്പോൾ സന്തോഷത്തിലൂടെ ജിയാങ് ബ്ലാക്ക് ഫ്രെഡിയോട് പറഞ്ഞു, ഫ്രെഡി, നമ്മൾ ഇനി ഈ ചിൽടൗണിൽ തൽക്കാലം മാർക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കേണ്ട കാര്യമില്ല. മാർക്കിനെ ഇനി ആരും തൊടില്ല. നമുക്ക് 2 ദിവസം ബ്രേക്ക് എടുക്കാം, വീട്ടിൽ പോയിട്ട് വരാം. ശരിക്കും സന്തോഷത്തോടുകൂടി ഫ്രെഡിയും ജിയാങ് ബ്ലാക്കും അവിടെ നിന്ന് അവര് വീടുകളിൽ തിരിക്കുമ്പോഴേക്കും മാർക്ക് നല്ല ഉറക്കത്തിലാണ്. നേരം ശരിക്കും പുലർന്നതിന് ശേഷമാണ് മാർക്ക് ഉറക്കമെണീക്കുന്നത്. മാർക്ക് ശരിക്കും സന്തോഷത്തോടുകൂടിയാണ് കിടക്കുന്ന എണീക്കുന്നത്. കിടക്കുന്ന എണീറ്റ മാർക്ക് ഉടൻ തന്നെ ആ തീരുമാനം എടുത്തു. ഇനി ചിൽടൗണിൽ നിൽക്കണ്ട, മിഡിൽ സിറ്റിയിലേക്ക് പോവാം. ഏകദേശം രാവിലെ 10 മണിയായപ്പോൾ മാർക്ക് റെഡിയായി അവിടെ നിന്ന് മിഡിൽ സിറ്റിയിലേക്ക് തിരിച്ചു. ഏകദേശം വൈകുന്നേരം 5 മണിയോട് അടുപ്പിച്ചാണ് മാർക്ക് മിഡിൽ സിറ്റിയിൽ എത്തുന്നത്. മാർക്ക് മിഡിൽ സിറ്റിയിലേക്ക് കടക്കുമ്പോൾ മാർക്കിന്റെ കാറ് കണ്ട പലരും മാർക്കിനെ കൈ കാണിക്കുകയാണ്. മാർക്കിന്റെ കാറ് ട്രാഫിക് ലൈറ്റിൽ നിർത്തുമ്പോൾ സമീപത്ത് നിർത്തപ്പെട്ട കാറുകളിലുള്ള ആളുകളൊക്കെ മാർക്കിനെ കണ്ട് വിഷ് ചെയ്തു തുടങ്ങി. ശരിക്കും മാർക്കിനെ കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത ആളുകൾ വരെ മാർക്കിനെ വിഷ് ചെയ്യാണ്. ആദ്യം മാർക്കിന് കഥ മനസ്സിലായില്ലെങ്കിലും മുന്നോട്ട് പോകുന്തോറും മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. തലേ ദിവസത്തെ ഫൈറ്റിനെ കുറിച്ച് മിഡിൽ സിറ്റിയിലെ ആളുകളും അറിഞ്ഞിരിക്കുകയാണ്. ഡ്രാഗൺ പാരഡൈസിൽ എത്തിയതും മാർക്ക് ബ്രദർ സാമിനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. ജിയാങ് ഗുവിനെ മാർക്ക് തോൽപ്പിച്ച കഥ ഇതിനിടയിൽ മിഡിൽ സിറ്റിയിലെ മറ്റുള്ള ആളുകളെ പോലെ ബ്രദർ സാമും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിവരം അറിഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് സാമിന് മാർക്കിന്റെ കോള് വരുന്നത്. അല്പസമയം കഴിഞ്ഞതും ലാൻസുമായി സാം ഡ്രാഗൺ പാരഡൈസിലെത്തി. ഡ്രാഗൺ പാരഡൈസിന് മുന്നിലെത്തിയ കാറിൽ നിന്ന് സാം ഫ്രാങ്ക് വളരെ പാടുപെട്ട് ലാൻസിനെ പുറത്തെത്തിച്ച് ലാൻസിനെ ഷോൾഡറിൽ കിടത്തി ആ വീടിനകത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് മാർക്ക് ഫെല്ലർ ആ കാഴ്ച കാണുന്നത്. ആ കാഴ്ച കണ്ടതും മാർക്ക് ഓടി വാതിൽക്കിലേക്ക് വന്നു. ഏയ് സാം, ലാൻസിന് എന്താ പറ്റിയേ? അങ്ങനെ മാർക്ക് ചോദിക്കുന്നതിനിടയിൽ മാർക്ക് ബ്രദർ സാമിന്റെ അടുത്ത് എത്തുകയും ചെയ്തു. ബ്രദർ സാമിന്റെ ഷോൾഡറിൽ നിന്ന് ലാൻസിനെ മാർക്ക് താഴെ ഇറക്കുമ്പോൾ സാം ഉണ്ടായ സംഭവങ്ങളൊക്കെ മാർക്കിനെ ധരിപ്പിച്ചു. ലാൻസിനും സാമിനും ചായ ഒഴിച്ചു കൊടുക്കുന്നതിനിടയിൽ മാർക്ക് സാമിനോട് പറഞ്ഞു, സാം, ഇത് അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി ഞാനിവിടെ ഒരു ബാങ്കറ്റ് നടത്തുന്ന കാര്യം എല്ലാവരോടും പറ, ആളിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. മാർക്കിന്റെ വീട്ടിലെ ഹാള് വളരെ വലിയൊരു ഹാളാണ്. ആ വീട്ടിലെ ഹാളിൽ വെച്ച് മാർക്ക് ഫെല്ലർ ഒരു ബാങ്കറ്റ് പാർട്ടി നടത്തുന്ന കാര്യം അറിയിക്കാനായി ഉടൻ തന്നെ സാം നടപടികൾ തുടങ്ങി. സാം ആളുകളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നതിനിടയിൽ മാർക്ക് ഒരു കാറ്ററിംഗ് ടീമിനെ വിളിച്ച് ആവശ്യമായ ഭക്ഷണത്തിനുള്ള ഓർഡറും കൊടുത്തു. നേരത്തെ ജിയാങ് ഗു അവിടെ ഒരു മീറ്റിംഗ് നടത്തിയതാണ്. അയാൾ വിളിച്ചപ്പോൾ ഒരുപാട് ആളുകൾ വന്നു. സ്വാഭാവികമായിട്ടും മാർക്ക് വിളിക്കുമ്പോഴും ആളുകൾ വരേണ്ടതാണ്. ജിയാങ് കുടുംബത്തെ ഭയപ്പെടും പോലെ മാർക്കിനെ ആളുകൾ ഭയപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനും കൂടിയുള്ള ഒരു ടെസ്റ്റാണ് യഥാർത്ഥത്തിൽ മാർക്ക് അവിടെ നടത്തുന്നത്. മാർക്ക് ഈ സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ജിയാങ് കുടുംബത്തിൽ വേറെ ചില കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ജിയാങ് ഗു ബോധം വീണ്ടെടുത്തപ്പോൾ ജിയാങ് ഗുവിന്റെ അടുത്തെത്തിയ സെക്രട്ടറി ഷാങ്ങിനോടായി ജിയാങ് ഗു പറഞ്ഞു, ഷാങ്, അവനെ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. അവൻ എന്നെ ശരിക്കും അപമാനിച്ചിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ പരസ്യമായി ജിയാങ് ഗുവിനെ പരാജയപ്പെടുത്തിയത് അംഗീകരിക്കാൻ ജിയാങ് ഗുവിന് അങ്ങോട്ട് പറ്റുന്നില്ല. ചിൽഷേറിൽ അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു അപ്രമാദിത്വമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. മാർക്ക് ഫെല്ലർക്കെതിരെ തിരിച്ചടിക്കേണ്ടിയിരിക്കുന്നു. ജിയാങ് ഗു പറഞ്ഞത് കേട്ടതും ഷാങ് ജിയാങ് ഗുവിനോട് പറഞ്ഞു, മാസ്റ്റർ, അവൻ ശരിക്കും ശക്തനാണ്. അവനെ നമുക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ ഒരു വളഞ്ഞ വഴിയുണ്ട്. ഷാങ് എന്താ ഉദ്ദേശിക്കുന്നത്? മാസ്റ്റർ, നമ്മൾ അവരെ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, വേറെയും സിസ്റ്റമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഷാങ് പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം
ജിയാങ്കുവിന് മനസ്സിലായി. ജിയാങ്കു ഒന്ന് പുഞ്ചിരിച്ചു. ഷാൻ, അത് കൊള്ളാം. ആ മാർഷൽ ആർട്സ് അസോസിയേഷൻകാരെ വിളിച്ച് കാര്യങ്ങൾ ഏർപ്പാടി. ചിൽഷെയർ മാർഷൽ ആർട്സ് അസോസിയേഷൻ ആസ്ഥാനം ഇട്ടിരിക്കുന്നത് ചിൽടൗണിലാണ്. ചിൽടൗണിലുള്ള ആ അസോസിയേഷൻ ഓഫീസിലേക്ക് ഉടൻ തന്നെ ഷാൻ ഫോൺ വിളിച്ചു. ഈ സംഭവം കഴിഞ്ഞ് ഇപ്പോ ഏകദേശം ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് മാർക്ക് ഫെല്ലറുടെ വീട്ടിലേക്ക് മിഡിൽ സിറ്റിയിലെ പ്രമുഖരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കുമായി ബന്ധമുണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് അവിടെ വരുന്നവരിൽ കൂടുതലും. അവർ പലരും സോൾ നറിഷ്മെന്റ് പില്ലിന്റെ ഏജൻസി എടുത്തിരിക്കുന്ന ആളുകളാണ്. സോൾ നറിഷ്മെന്റ് പില്ല് ഇപ്പം വിൽക്കുന്നത് മിഡിൽ സിറ്റിയിൽ നിന്ന് മാത്രമാണ്. മിഡിൽ സിറ്റിയിൽ നിന്ന് വിൽക്കുന്ന ആ സോൾ നറിഷ്മെന്റ് പില്ല് വാങ്ങാൻ വേണ്ടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോൾ നറിഷ്മെന്റ് പില്ലിന്റെ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല വരുമാനമാണ്. സോൾ നറിഷ്മെന്റ് പില്ലിന്റെ ആ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന ആളുകളും അല്ലാത്ത പ്രമുഖരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ സാക്ഷാൽ സാം മാനുവലും ഉണ്ട്. സാം മാനുവൽ ലേശം മടിച്ചാണ് വരുന്നത്. അയാൾക്ക് ലേശൊരു ഭയമുണ്ട്. മാർക്ക് ഫെല്ലർ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് ഫെല്ലർ പ്രതികാരം വല്ലതും ചെയ്യുമെന്നൊരു ഭയം സാം മാനുവലിനുണ്ട്. പക്ഷെ സാം മാനുവലിനെയും ബ്രദർ സാം ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അയാൾക്ക് വരാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് കൂടിയാണ് അയാൾ വന്നത്. അയാൾ വരാതിരുന്നാൽ സ്വാഭാവികമായിട്ടും അയാൾ മാർക്കിനെ വെല്ലുവിളിക്കുകയാണെന്ന് മാർക്കിന് എങ്ങനെ തോന്നിയാൽ അത് വിഷയമാകുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ വന്നത്. അതേ മൈൻഡ് സെറ്റ് തന്നെയാണ് അയാളെ അംഗീകരിക്കുന്ന, അയാളെ അനുകൂലിക്കുന്ന അയാളുടെ സംഘാംഗങ്ങൾക്കുള്ളത്. അവരൊരു വലിയ ടീമുണ്ട്. അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. വന്ന ഉടനെ സാം മാനുവൽ മാർക്കിനെ അങ്ങ് പുകഴ്ത്തി തുടങ്ങിയാണ്. മാർക്ക് ഈ മിഡിൽ സിറ്റിയുടെ അഭിമാനമാണ്. മാർക്കിനെ കാണാനും സംസാരിക്കാനും മാർക്കിനോടൊപ്പം വർക്ക് ചെയ്യാനും ഞങ്ങൾക്കൊക്കെ അവസരം ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ ഞങ്ങളെയൊക്കെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. മാർക്ക് ഈ മിഡിൽ സിറ്റിയുടെ ദൈവമാണ്. ശരിക്കും മാർക്കിനെ ഇങ്ങനെ അടിച്ച് പുകഴ്ത്തി കൊണ്ടുപോവുകയാണ്. സാം മാനുവൽ തുടങ്ങി വെച്ച ആ പുകഴ്ത്തൽ പ്രക്രിയ ബാക്കി ആളുകളും ഏറ്റെടുത്തു. സകല ആളുകളും മാർക്കിനെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. അത് കണ്ടതും സാം ഫ്രാങ്ക് സാം മാനുവലോട് പറഞ്ഞു, ഏയ് സാം, താൻ എന്താ ഈ പറയുന്നത്? ഞാൻ എന്തു പറഞ്ഞു എന്നാ പറയുന്നത്? നീ മാർക്കിനെ കുറ്റപ്പെടുത്തിയാണല്ലോ സംസാരിച്ചത്. ജിയാങ്കു മാർക്കിനെ കൊലപ്പെടുത്തുമെന്നും നിങ്ങൾ ആരും മാർക്കിനെ ഇനി അംഗീകരിക്കരുതെന്നല്ലേ നീ ആളുകളോടൊക്കെ പറഞ്ഞത്? ഹേ സാം, നീ എന്തായി പറയുന്നത്? നിനക്കെന്താ വട്ടായോ? ഞാൻ അങ്ങനെ പറയൂ? നമ്മുടെ മാർക്കിനെ കുറിച്ച് ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ കൂടെയുള്ള ആളുകളേക്ക് നോക്കിയതും അവരൊക്കെ ഉറക്കെ പറഞ്ഞു, അതെ മാർക്ക് എങ്ങനെ പറഞ്ഞിട്ടില്ല, വെറുതെ സാം പറയുന്നതാണ്. സാം മാനുവലിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ അങ്ങനെ പറഞ്ഞതും മാർക്ക് എണീറ്റ് അവരോട് പറഞ്ഞു, ഏയ് അത് വിട്, നിങ്ങൾ വൈൻ കുടിക്കും. ഉടൻ തന്നെ എല്ലാവരും വൈൻ കയ്യിലെടുത്തു. ശരിക്കും ഒരു ആഹ്ലാദകരമായ പാർട്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. നല്ല ഭക്ഷണമാണ് മാർക്ക് ഒരുക്കിയിരുന്നത്. എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പാക്കിയതും മാർക്ക് സാം മാനുവലിനോട് ചോദിച്ചു, സാം, നിങ്ങൾ ചെയ്തത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പെട്ടെന്നുള്ള മാർക്കിന്റെ ചോദ്യം കേട്ടപ്പോൾ സാമിനൊരു സംശയം. മാർക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? ഏയ് നീ കാരണമല്ലേ ലാൻസിന്റെ കാലൊടിഞ്ഞത്? മാർക്ക് എന്തായി പറയുന്നത്? ആ സാം വെറുതെ പറയുന്നതാണ്. ഓക്കെ സാം മാനുവൽ, നിങ്ങൾ പറഞ്ഞ കാര്യം ഒന്ന് പരിശോധിച്ചു കളയാം. അങ്ങനെ മാർക്ക് പറഞ്ഞിട്ട് മാർക്ക് അവിടെ ഇരുന്ന് റിമോട്ട് കയ്യിലെടുത്തു. മാർക്ക് ആ റിമോട്ട് ഒന്ന് പ്രസ് ചെയ്തതും ആ ഹാളിന്റെ അറ്റത്തുള്ള ചുവരിന്ന് ഒരു സ്ക്രീൻ താഴോട്ട് ഉരുണ്ടു വരികയാണ്. ശരിക്കും ആ സ്ക്രീൻ ഉയർത്തി മുകളിലേക്ക് വെച്ചിരിക്കുകയാണ്. ആ സ്ക്രീൻ പെട്ടെന്ന് താഴേക്ക് താഴ്ന്നു വന്നു. ഒരു വലിയ LCD സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ആ സ്ക്രീൻ താഴ്ന്നു വന്നപ്പോൾ മാർക്ക് ആ റിമോട്ടിൽ ഒരിക്കൽ കൂടി അമർത്തി. പെട്ടെന്നാണ് ആളുകൾ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ഹാളിനകത്ത് ഒരു പ്രൊജക്ടറുണ്ട്. ആ പ്രൊജക്ടറിൽ നിന്ന് ഒരു ലൈറ്റ് ആ സ്ക്രീനിലേക്ക് പതിക്കുകയാണ്. ആളുകൾ പ്രൊജക്ടറിൽ നിന്നുള്ള ലൈറ്റ് ആ സ്ക്രീനിലേക്ക് വീഴുന്ന നോക്കി തുടങ്ങുന്ന ആ നിമിഷം മുതൽ പതുക്കെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. തലയ്ക്കും തലേ ദിവസം ജിയാങ്കു അവിടെ എത്തി ആ ഹാളിൽ നടത്തിയ മീറ്റിംഗ് ആണ് ഇപ്പോ അവിടെ കാണുന്നത്. ജിയാങ്കുവിന്റെ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകൾ മാർക്കിനെതിരെ സംസാരിക്കുന്നത് കൃത്യമായും ഇപ്പൊ അവിടെ കാണാം. അവർ സംസാരിക്കുന്നത് ആ വീടിനകത്തുള്ള ബോക്സുകളിലൂടെ എല്ലാവരും കേൾക്കുകയും ചെയ്തു. സാം മാനുവൽ മാർക്കിനെതിരെ പറയുന്നതും ലാൻസിനെ തല്ലിപ്പിക്കുന്നതൊക്കെ വ്യക്തമായി അതിനകത്ത് കാണാം. അത് കണ്ടതും സാം മാനുവലും അയാൾക്ക് ഒപ്പമുള്ള ആളുകളും കൈകൂപ്പി മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക് ക്ഷമിക്കണം, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ഏയ് സാം, എനിക്കെതിരെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നീ എന്തടിസ്ഥാനത്തിലാണ് ലാൻസിനെ ഈ പരുവത്തിലാക്കിയത്? നിന്റെ വാക്കുകളാണ്
ലാൻസിനെ അപകടത്തിലാക്കിയത്. ലാൻസിനെ ആക്രമിക്കാൻ ജിയാങ് ഗുവിനെ പ്രേരിപ്പിച്ചത് ഉറപ്പായിട്ടും സാം മാനുവലാണെന്ന് ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ഭയം സാം മാനുവലിലുണ്ടായി. സാം മാനുവൽ ഭയത്തോടെ അവന്റെ സീറ്റിൽ നിന്ന് എണീറ്റു. അവൻ പുറത്തേക്ക് ഓടാനുള്ള ഒരു ശ്രമത്തിലാണ്. അത് കണ്ടതും മാർക്ക് അവനോട് പറഞ്ഞു, ഏയ് സാം, നീ മുറിവിട്ട് പുറത്തു പോയാൽ നീ മാത്രമല്ല നിന്റെ കുടുംബവും അവസാനിക്കും. അങ്ങനെ മാർക്ക് പറഞ്ഞതും പുറത്തേക്ക് ഓടാൻ പോയ സാം അറിയാതെ നിന്നു പോവുകയാണ്. അവൻ ഒന്ന് തിരിയുമ്പോൾ മാർക്ക് അവനെയും അവന്റെ കൂടെയുള്ള ആളുകളെ നോക്കിയിട്ട് അവരോടൊക്കെ പറഞ്ഞു, നോക്കേ ചതി അതാര് ചെയ്താലും ഞാൻ അംഗീകരിക്കില്ല. അവർക്കുള്ള ശിക്ഷ ഉറപ്പായും നൽകുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ മുന്നോട്ട് നടക്കുന്ന ആ നിമിഷത്തിൽ പുറത്ത് ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കുമ്പോൾ അവർ കാണുന്നത് പോലീസ് യൂണിഫോമിൽ ചില ആളുകൾ അകത്തേക്ക് വരുന്നതാണ്. ഏറ്റവും മുന്നിൽ വരുന്നത് ഉയർന്ന തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് വ്യക്തമാണ്. അയാൾ ആ ഹാളിനകത്തേക്ക് കടന്നിട്ട് ഉറക്കെ ചോദിച്ചു, ആരാണ് മാർക്ക് ഫെല്ലർ? അയാൾ അങ്ങനെ ചോദിച്ചതും എല്ലാ കണ്ണുകളും മാർക്ക് ഫെല്ലറേക്ക് തിരിയുകയാണ്. അത് കേട്ടതും വന്ന ആള് പറഞ്ഞു, ഓ നിങ്ങളാണല്ലേ മാർക്ക് ഫെല്ലർ. മിസ്റ്റർ മാർക്ക് ഫെല്ലർ, ഞാൻ ഫെലിക്സ്, പട്രോൾ ഓഫീസറാണ്. ഞാൻ ചിൽറ്റൗണിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്കെതിരെ ഒരു പരാതിയുണ്ട്. ആ പരാതി അന്വേഷിക്കാനാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾ എന്നോടൊപ്പം ചിൽറ്റൗണിലേക്ക് വരണം. വളരെ വ്യക്തമായിട്ട് ആ ഓഫീസർ അങ്ങനെ പറഞ്ഞപ്പോൾ സാം മാനുവലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായി. അവന് മാർക്കിന്റെ കയ്യിൽ നിന്ന് ശിക്ഷ കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായ നിമിഷത്തിലാണ് ഭാഗ്യം അവനെ തേടി വന്നിരിക്കുന്നത്. മാർക്കിനെ ഇതാ പോലീസ് ചിൽറ്റൗണിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. മാർക്കിനെ ചിൽറ്റൗണിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണെന്ന് മനസ്സിലായതും സാം ഫ്രാങ്ക് ഓടി വന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു, ഇൻസ്പെക്ടർ എന്താ ഇത്? എന്തിനാ മാർക്കിനെ കൊണ്ടുപോകുന്നത്? ഏയ് ആരാ നീ? ഞാൻ നിന്നെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ മാർക്കിനെ അന്വേഷിച്ച് ഇവിടെ വന്നെങ്കിൽ അതിൻ്റെതായ കാരണം ഉണ്ടാകും. മാർക്ക് കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും മാർക്കിന് എളുപ്പം കാര്യങ്ങൾ പൂർത്തീകരിച്ച് പുറത്തിറങ്ങാൻ പറ്റും. അതല്ല മാർക്ക് നിയമം കയ്യിലെടുക്കാനാണ് പോകുന്നതെങ്കിൽ മാർക്ക് അത് നല്ലതല്ല. മാർക്കിന് ആ വന്നിരിക്കുന്ന പോലീസുകാരെ മുഴുവൻ എടുത്തിട്ട് ഇടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അവർ ഗവൺമെന്റിന്റെ വക്താക്കളാണ്. മാർഷൽ ആർട്ടിസ്റ്റുകളെ നേരിടും പോലെ സർക്കാർ സംവിധാനത്തെ കയറി നേരിട്ടാൽ അത് ശരിയാകില്ല എന്ന് മാർക്കിന് അറിയാം. മാർക്ക് സാം ഫ്രാങ്കിനോട് വീട് ഒന്ന് നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അല്പസമയം കഴിഞ്ഞതും മാർക്കിനെയും കൊണ്ട് ആ വാഹനം ചിൽറ്റൗണിലേക്ക് തിരിച്ചു. ശരിക്കും ചിൽഷയർ മുഴുവൻ അന്നേ ദിവസത്തെ വാർത്ത മാർക്കിന്റെ വിജയമാണ്. ആ വിജയത്തെക്കുറിച്ച് ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ രാത്രിയിൽ മാർക്ക് ഫെല്ലറെ അറസ്റ്റ് ചെയ്ത പോലീസ് മാർക്കിനെയും കൊണ്ട് ചിൽറ്റൗണിലേക്ക് തിരിച്ചിരിക്കുകയാണ്. യാത്രക്കിടയിൽ ഫെലിക്സ് എന്ന ആ ഉദ്യോഗസ്ഥൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്കെതിരെ ഒരുപാട് കേസുകളുണ്ട്. ഏയ് മാർക്ക്, നീ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. യാനിമയുടെ ആ പുതിയ ഭർത്താവിനെ യാനിമയുടെ മുന്നിൽ വെച്ച് കൊന്നു. അതുപോലെ യാനിമയുടെ അച്ഛൻ്റെ സഹോദരനെ യാനിമയുടെ അച്ഛൻ്റെ കൺമുന്നിലിട്ടാ കൊന്നത്. പിന്നെയും അനവധി കൊലപാതകങ്ങൾ മാർക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കൊലകളൊക്കെ നടത്തിയെങ്കിലും ഒരു തെളിവും മാർക്ക് അവശേഷിപ്പിച്ചിരുന്നില്ല എന്നാണ് സത്യം. യാനിമയുടെ വീട്ടിൽ 2 മരണം നടന്നപ്പോൾ ആ 2 ഡെഡ് ബോഡിയും എമിലി ബ്ലാക്കുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ നിന്ന് മാറ്റിയിരുന്നു. മാർക്കിനെതിരെ ഒരു തെളിവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. മാർക്ക് അതിനു മുമ്പ് ഏറ്റുമുട്ടിയതിൽ ഒരാളെ മാത്രമാണ് പബ്ലിക്കായി മാർക്ക് കൊല്ലുന്നത്. അയാൾ പക്ഷേ ഒരു പൈറോക്കാരനല്ല. അയാൾ ഒരു പിടികിട്ട പുള്ളിയുമാണ്. പൈറോയിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. ചിൽറ്റൗണിൽ വെച്ച് അയാളെ കൊന്നത് സ്വാഭാവികമായിട്ടും ഒരു വലിയ ക്രിമിനൽ കുറ്റമായി ആരും എടുക്കാൻ സാധ്യതയില്ല. മാർക്കിന്റെ പേര് അന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടും മാർക്ക് ആരാണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടും ഒരു അജ്ഞാതനാൽ കൊല്ലപ്പെട്ടു എന്നാണ് പത്രവാർത്ത വന്നത്. അതല്ലാതെ മാർക്കിനെ പിടിക്കാൻ കഴിയുന്ന ശൈലിയിൽ മാർക്ക് കൊലപാതകങ്ങളൊന്നും നടത്തിയിട്ടില്ല. അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ ഫെലിക്സ് മാർക്കിനോട് പറഞ്ഞു, നീ തോംസൺ കുടുംബത്തിൽ ഒരുപാട് ദുരന്തം വിതച്ചതല്ലേ? അതുപോലെ ആ ലിയോ കുടുംബത്തിലും നീ പ്രശ്നമുണ്ടാക്കി. ഇപ്പൊ നീ ജിയാങ് കുടുംബത്തിലും പ്രശ്നമുണ്ടാക്കുകയാണ്. നീ എന്താ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്? അങ്ങനെ ആ ഇൻസ്പെക്ടർ ചോദിച്ചതും മാർക്ക് പറഞ്ഞു, തോംസൺ കുടുംബത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. തോംസൺ കുടുംബത്തിൽ യഥാർത്ഥത്തിൽ ആ അച്ഛനെയും മോനെയും കൊന്നത് അലോഷ്യസിന്റെ ആളുകളാണ്, ബ്ലാക്ക് കുടുംബത്തിന്റെ ആളുകൾ. ലിയോ കുടുംബത്തിലെ ആളുകളെ മാർക്ക് കൊന്നിട്ടില്ല എന്നാണ് സത്യം. മാർക്ക് പ്രമുഖരായ ആളുകളെ പരിക്കേൽപ്പിച്ചിട്ടുള്ളൂ, അവരെ കൊന്നിട്ടില്ല എന്നുള്ള കാര്യം മാർക്കിന് അറിയാം. മാർക്ക് കൊന്ന ആളുകളുടെ ഡെഡ് ബോഡി മാർക്ക് ഉറപ്പായും നശിപ്പിച്ചിട്ടുമുണ്ട്.
തെളിവുകളൊന്നും തനിക്കെതിരെ ഇല്ല എന്നുള്ള കാര്യം മാർക്കിന് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ ഫെലിക്സ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ദാ ഇതൊന്നും നോക്കി. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കിന്റെ കയ്യിലേക്ക് അയാൾ ഒരു ഷീറ്റ് പേപ്പർ കൊടുത്തു. ആ ഷീറ്റിലുള്ളതൊക്കെ കൊലക്കേസുകളാണ്. ആ കൊലക്കേസുകളും താനും തമ്മിൽ എന്ത് ബന്ധം എന്നതിനെക്കുറിച്ച് മാർക്ക് ആലോചിക്കുമ്പോൾ ഫെലിക്സ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് നീ ആണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാർക്കിനെതിരെ ഏത് ടൈപ്പിലുമുള്ള കള്ളക്കേസ് എടുക്കാനും അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് അയാൾ പറഞ്ഞു വരുന്നത്. അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, മിസ്റ്റർ ഓഫീസർ, നിങ്ങൾ കളിക്കുന്നത് ശരിയായ കളിയല്ല. നിങ്ങൾ ഇതിന് ആൻസർ പറയേണ്ടി വരും. അത് കേട്ടതും ഫെലിക്സ് അങ്ങ് ചിരിച്ചു. മാർക്ക്, നിന്റെ ഈ വിരട്ടലൊക്കെ നിനക്ക് ചുറ്റുമുള്ള ആളുകളുടെ അടുത്ത് മതി. ഞങ്ങൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളോട് നീ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു വേണം. നിന്നെ ജീവിതകാലം മുഴുവൻ അകത്തിടാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഫെലിക്സ് പറഞ്ഞതും ഫെലിക്സിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ മാർക്ക് നിശബ്ദനായി കാറിലങ്ങ് ചാരിയിരുന്നു. മാർക്കിനെയും കൊണ്ട് ഫെലിക്സ് എത്തുന്നത് ചിൽറ്റൗണിലെ പോലീസ് സ്റ്റേഷനിലായിരിക്കുമെന്നാണ് മാർക്ക് കരുതിയത്. പക്ഷെ നേരം പരപരാ വെളുത്തപ്പോൾ മാർക്ക് എത്തിച്ചേർന്നത് വേറൊരു ബിൽഡിങ്ങിന് മുന്നിലാണ്. ആ ബിൽഡിങ്ങിന് മുന്നിലെ ബോർഡ് മാർക്ക് വായിച്ചു. ചിൽഷെയർ മാർഷൽ അസോസിയേഷൻ പ്രിസൺ. മാർഷൽ അസോസിയേഷൻ പൈറോയിലെ എല്ലാ സ്റ്റേറ്റുകളിലുമുണ്ട്. യഥാർത്ഥത്തിൽ മാർഷൽ അസോസിയേഷൻ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ്, ഒരു സന്നദ്ധ സംഘടനയാണത്. ആ സന്നദ്ധ സംഘടനയ്ക്ക് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഓഫീസുകളും ആ ഓഫീസുകളുമായി കണക്ട് ചെയ്തുകൊണ്ട് പരിശീലന കേന്ദ്രങ്ങളെ പോലെ തന്നെ ജയിലുകളുമുണ്ട്. മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആളുകളെ തടവിൽ പാർപ്പിക്കുന്ന ഒരു ശൈലി അവർക്കുണ്ടെന്ന അർത്ഥം. നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് അവർ ചെയ്യുന്നതെങ്കിലും സർക്കാർ എന്തുകൊണ്ടോ അതിൽ കയറി ഇടപെടാറില്ല. മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് സർക്കാർ സംവിധാനം ഏതാണ്ട് ഒഴിഞ്ഞു നിൽക്കുകയാണ് പതിവ്. സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് പലപ്പോഴും നിയന്ത്രിക്കുന്നത് വൻ മുതലാളിമാരുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവർക്ക് താല്പര്യമുള്ള ആളുകൾ തന്നെയാവും സകല മേഖലകളിലെയും മാർഷൽ ആർട്സ് മെക്കാനിസത്തിന്റെ തലപ്പത്തുള്ളത്. ഇന്ത്യയിൽ രാഷ്ട്രീയക്കാർ തന്നെയാണ് ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്തും ഒളിമ്പിക് അസോസിയേഷന്റെ തലപ്പത്തും ഹോക്കി അസോസിയേഷന്റെ തലപ്പത്തും ഒക്കെ ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ സ്പോർട്സ് കൗൺസിലിന്റെ തലപ്പത്ത് വരുന്നതും പലപ്പോഴും രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാരും ധനാഢ്യരായ ആളുകളും എല്ലാ സ്ഥലത്തും ഒരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷൻ ഇവിടെയുമുണ്ട്, പൈറോയിലെ ആ കോമ്പിനേഷന്റെ ഭാഗമായിട്ട് മാർഷൽ അസോസിയേഷൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടാകാം മാർഷൽ അസോസിയേഷനെ ആളുകൾ ലേശം ഭയത്തോടെ കാണുന്നത്. നിയമപരമായി അവർക്ക് ഒരു അധികാരവുമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നെങ്കിലും അവരാരും ചോദ്യം ചെയ്യാറില്ല. ഫെലിക്സ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾ പക്ഷേ മാർഷൽ ആർട്സ് അസോസിയേഷന് വേണ്ടിയാണ് ഇപ്പോൾ മാർക്കിനെ അറസ്റ്റ് ചെയ്ത് അവിടെ എത്തിച്ചിരിക്കുന്നത്. ആ ബിൽഡിങ്ങിന് മുന്നിൽ മാർക്കിനെ എത്തിക്കുമ്പോൾ ബിൽഡിങ്ങിനകത്ത് നിന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാളെ കണ്ട നിമിഷത്തിൽ മാർക്കിന് മനസ്സിലായി അയാളൊരു പാസ്റ്റ് മാസ്റ്ററാണ്. ഹലോ പ്രസിഡന്റ് സേവിയർ, താങ്കൾ പറഞ്ഞതുപോലെ ഇതാ ഞാൻ മാർക്ക് ഫെല്ലറെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഫെലിക്സ് അയാളുടെ വാഹനത്തിൽ അവിടുന്ന് പോവുകയും ചെയ്തു. ഫെലിക്സിന്റെ വാഹനം അവിടുന്ന് പോയി കഴിഞ്ഞതും പ്രസിഡന്റ് സേവിയർ എന്ന് വിളിക്കപ്പെട്ട ആള് തിരിഞ്ഞ് മാർക്കിനോട് പറഞ്ഞു, മിസ് മാർക്ക് ഫെല്ലർ, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ ആ വാതിൽക്കൽ നിൽക്കുന്ന ആളുകളെ നോക്കിയതും അവർ മാർക്കിനെ അകത്തേക്ക് കൂട്ടി. മാർക്കിനെ ആ രണ്ടംഗ ടീം ഒരു കോറിഡോറിലൂടെ നടത്തുകയാണ്. അല്പദൂരം ആ ഇടനാഴിയിലൂടെ നടന്നതും അവിടെ ഓവൽ ആകൃതിയിലുള്ള ഒരു വാതിൽ കണ്ടു. ആ വാതിൽ തുറന്ന് അവർ മാർക്കിനെ അകത്തേക്ക് കയറ്റി വാതിലങ്ങ് അടച്ചു. ആ വാതിൽ അടഞ്ഞതും മാർക്കിന് ഒന്നും കാണാൻ വയ്യ. ശരിക്കും ഇരുട്ട് മാത്രമേ ഉള്ളൂ. മാർക്ക് ഉടൻ തന്നെ അയാളുടെ കയ്യിലേക്ക് സ്പിരിച്വൽ ഫ്ലെയിം കൊണ്ടുവന്നു. ആ ഫ്ലെയിം ഉപയോഗിച്ച് മാർക്ക് ആ ഭാഗം ഒന്ന് പരിശോധിക്കുമ്പോൾ മാർക്കിനകത്ത് മനസ്സിലായി ആ മുറിയിൽ മാർക്ക് മാത്രമേ ഉള്ളൂ. മാർക്കിനെ ഒരു ഇരുട്ടറയിൽ അടച്ചിരിക്കുകയാണെന്ന് അർത്ഥം. വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് മാർക്ക് അവിടെ ചുറ്റുമൊന്ന് നോക്കുമ്പോൾ അവിടെ കിടക്കാനുള്ള ഒരു സംവിധാനവുമില്ല. മാർക്ക് ഒന്നും മിണ്ടാതെ നിശബ്ദനായി ഒരു മൂലയിൽ ഇരിപ്പുറപ്പിച്ചു. കാല് ക്രോസ് ചെയ്ത് ധ്യാനത്തിലേക്ക് മാറിയ മാർക്ക് നിശബ്ദനായി ബ്രീത്ത് ചെയ്ത് തുടങ്ങിയാണ്. ശരിക്കും മാർക്ക് ധ്യാനിച്ചു തുടങ്ങിയാണ്. മാർക്ക് ഏകദേശം ഒരു 4-5 മണിക്കൂർ അവിടെ ധ്യാനത്തിൽ ഇരുന്ന് കാണും. ആ സമയത്ത്
പുറത്തെ വാതിൽ തുറക്കുന്ന ശബ്ദം മാർക്ക് കേട്ടു. ശബ്ദം കേട്ട ദിക്കിലേക്ക് മാർക്ക് നോക്കുമ്പോൾ ആ വാതിൽക്കൽ അനവധി ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ അകത്തേക്ക് വന്നു. ആ ആള് അകത്തേക്ക് വരുമ്പോൾ വാതിൽ വഴിയുള്ള പ്രകാശവും അകത്തേക്ക് വീഴുന്നുണ്ട്. വാതിൽ തുറന്നു പിടിച്ചിരിക്കുന്നതുകൊണ്ട് അകത്ത് പ്രകാശം വീഴുന്നുണ്ട്. ആകെ തന്നെ മാർക്ക് കണ്ടു. വന്ന ആള് സാക്ഷാൽ ഷാങ്ങാണ്, ജിയാങ്ഗുവിന്റെ സെക്രട്ടറി. ഷാങ്ങിന്റെ പുറകിൽ വാതിൽക്കലായി പ്രസിഡന്റ് സേവ്യർ നിൽക്കുകയാണ്. ഷാങ് മാർക്കിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഹേയ് മാർക്ക്, നിനക്ക് ഇപ്പോ ജിയാങ് കുടുംബത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലായോ? ഷാങ് അങ്ങനെ ചോദിച്ചപ്പോ മാർക്ക് അയാളൊന്ന് തറപ്പിച്ചു നോക്കി. മാർക്കിന്റെ നോട്ടം ലേശം വശപ്പിച്ചേക്കാണെന്ന് മനസ്സിലാക്കിയ ഷാങ് ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മാർക്ക്, ഒരു കാര്യം ചെയ്താൽ മതി. യങ് മാസ്റ്റർ ഷാറൂണിനെ ചികിത്സിച്ച് ഭേദമാക്കിയാൽ മാർക്കിന് ഇവിടുന്ന് പുറത്തിറങ്ങാം. ഷാങ് പറഞ്ഞ കാര്യം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് മാർക്ക് ഷാങ്ങിനോട് ചോദിച്ചു, ഞാൻ ഷാരോണിനെ ചികിത്സിച്ച് ഭേദമാക്കിയാൽ നിങ്ങൾ എന്നെ ഉറപ്പായും പുറത്തു വിടുവോ? മാർക്ക് എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഷാരോണിനെ ചികിത്സിച്ച് ഭേദമാക്കാനല്ലേ. മാർക്കിന് അറിയാമല്ലോ, ഒരുപാട് ഡോക്ടേഴ്സ് വേറെയും ഉണ്ട്. അവർ വിചാരിച്ചാലും ഷാരോണിനെ ചികിത്സിക്കാൻ പറ്റും. പിന്നെ മാർക്കിനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഷാങ് അങ്ങനെ പറഞ്ഞു നിർത്തിയതും മാർക്ക് കൈയെന്നുയർത്തി ആഞ്ഞൊരൊറ്റ വീശക്കും. ശരിക്കും മാർക്കും ഷാങ്ങും തമ്മിൽ ഏതാനും അടി അകലമുണ്ടെങ്കിലും ആ കൈവീശലിൽ ഉണ്ടാക്കിയ ശക്തിയിൽ ഷാങ് തെറിച്ച് ചുവരിലിടിച്ച് താഴേക്ക് വീണു. ആ കാഴ്ച കണ്ട സേവ്യർ ദേഷ്യത്തോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ അഹങ്കാരം ഇതിനകത്ത് കയറിയിട്ടും അവസാനിപ്പിക്കാൻ നീ തയ്യാറല്ലേ? നിന്നെ ശരിയാക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഷാങ്ങിനെയും കൊണ്ട് പുറത്തിറങ്ങി. ഷാങ്ങും സേവ്യറുമായി നേരെ എത്തിയത് ഓഫീസ് മുറിയിലാണ്. ഓഫീസ് മുറിയിൽ ആ സമയത്ത് സാക്ഷാൽ ജിയാങ്ഗു ഇരിക്കുകയാണ്. ജിയാങ്ഗുവിനെ കണ്ടതും ഷാങ് ജിയാങ്ഗുവിനോട് പറഞ്ഞു, മാസ്റ്റർ, അവൻ കേട്ടില്ല. അവൻ ഇത്ര അഹങ്കാരമോ? സേവ്യർ, അവനെ വെറുതെ വിടരുത്. സേവ്യർ, ഇന്ന് തന്നെ പേപ്പറുകളെല്ലാം റെഡിയാക്കണം. എന്നിട്ട് സകലരും അറിയിച്ച് അവനങ്ങ് തീർക്കണം. അവൻ വളർന്നാൽ അപകടമാണ്. ജിയാങ്ഗുവിന് മാർക്ക് ഫെല്ലറുമായിട്ടുള്ള ആ ഏറ്റുമുട്ടൽ കഴിഞ്ഞപ്പോഴേ ഒരു കാര്യം വ്യക്തമാണ്. മാർക്ക് ഫെല്ലർ വളർന്നു വന്നാൽ അത് തനിക്ക് അപകടമാകും. മാർക്ക് ഫെല്ലർ ഗ്രാൻഡ് മാസ്റ്റർ അല്ല, എന്നിട്ടും ഗ്രാൻഡ് മാസ്റ്ററായ തന്നെ പരസ്യമായി അവൻ തോൽപ്പിച്ചതാണ്. അവന്റെ ശക്തി അനുദിനം വളരുകയാണ്. അവന്റെ ശക്തി ഇനിയും കൂടിയാൽ തനിക്കെന്നല്ല, ശീർഷയിൽ ഒരാൾക്കും അവനെ പിടിച്ചേർത്താൻ പറ്റില്ല. അതുകൊണ്ട് അവൻ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ആ ഒരു തീരുമാനമെടുത്ത ജിയാങ്ഗു അത് നടപ്പിലാക്കാനായി സേവ്യറിനെ ചുമതലപ്പെടുത്തി. ജിയാങ്ഗുവും ഷാങ്ങും അവിടെ നിന്ന് പോയി കഴിഞ്ഞതും സേവ്യർ അയാളുടെ ആളുകളോട് മാർക്കിനെ ആ ഇരുട്ട് തടവറയിൽ നിന്ന് മറ്റൊരു തടവറയിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തു. സേവ്യറിന്റെ നിർദ്ദേശം കിട്ടിയ സെക്യൂരിറ്റി ഗാർഡുകൾ മാർക്കിനെ ആ തടവറയിൽ നിന്ന് അടുത്ത ഒരു തടവറയിലേക്ക് കൊണ്ടുപോകും. അവിടെ വരുമ്പോൾ അവിടെ പ്രകാശമൊക്കെ ഉണ്ട്, പക്ഷേ കിടക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അവിടെ പക്ഷെ അനവധി ആളുകളുണ്ട്. മാർഷൽ ആർട്സ് അസോസിയേഷനുമായി ഉടക്കുണ്ടാക്കിയ ആളുകളെ, അല്ലെങ്കിൽ മാർഷൽ ആർട്സ് അസോസിയേഷൻ തെറ്റുകാരായി കണ്ട ആളുകളെയൊക്കെ അവിടെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. കിടക്കാൻ പ്രത്യേകിച്ച് കിടക്കളൊന്നും ഇല്ലാത്ത ആ സ്ഥലത്ത് ആളുകൾ തറയിൽ തന്നെയാണ് കിടക്കുന്നത്. മാർക്കിനെ ആ ഹാളിനകത്തേക്ക് കയറ്റി വിട്ടിട്ട് ഗാർഡുകൾ വാതിലടച്ചു. ഹാളിനകത്തേക്ക് നടന്ന മാർക്ക് ചുറ്റുമുള്ള ആളുകളേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്റർണൽ സ്ട്രെങ്ത് മാസ്റ്റർ ഹാൻസും ഇന്റർണൽ സ്ട്രെങ്ത് പാസ് മാസ്റ്ററും ഒക്കെ അതിനകത്തുണ്ട്. ശരിക്കും ശക്തരായ ആളുകളെ മാർഷൽ ആർട്സുകാർ തടങ്കലിൽ പിടിച്ചിരിക്കുകയാണല്ലോ എന്ന ചിന്തയാണ് അത് കണ്ടപ്പോൾ മാർക്കിനുണ്ടായത്. മാർക്ക് മുന്നോട്ട് നടക്കുമ്പോൾ 4-5 ആളുകൾ ഒരു ചെറുപ്പക്കാരനെ ബലമായി മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്നതാണ് മാർക്ക് കണ്ടത്. ആ ചെറുപ്പക്കാരനോട് ആ വളഞ്ഞു നിൽക്കുന്ന ആളുകൾ പറയുകയാണ്, ഇടാ, നിന്നോടാ ഞാൻ പറഞ്ഞത് മുട്ടുകുത്താൻ. അത് കേട്ടതും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മുട്ടുകുത്തത്തില്ല. നിങ്ങളോട് മുട്ടുകുത്തി മാപ്പ് പറയാൻ ഞാൻ തയ്യാറല്ല. ആ ചെറുപ്പക്കാരന്റെ ഡയലോഗ് അല്പം ദൂരത്ത് എത്തിയിരുന്ന മാർക്ക് കേട്ടു. ആ ശബ്ദം കേട്ട് മാർക്ക് അമ്പരപ്പോടെ ആ ഭാഗത്തേക്ക് നോക്കി. മാർക്കിന് നല്ല പരിചയമുള്ള ശബ്ദമാണ് മാർക്ക് കേട്ടത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് മാർക്ക് അപ്പോഴാണ് യഥാർത്ഥത്തിൽ കാര്യമായി ശ്രദ്ധിക്കുന്നത്. 4-5 ആളുകൾ ചേർന്ന് ഒരാളെ
തറയിൽ ബലമായി മുട്ടുകുത്തിക്കുകയാണ്. തറയിൽ മുട്ടുകുത്താൻ വിസമ്മതിക്കുന്ന ആ ചെറുപ്പക്കാരനെ ദേഷ്യത്തോട് നോക്കി അതിൽ ഒരാൾ ഉറക്കെ പറഞ്ഞു, ഞാൻ 3 വരെ എണ്ണം, അതിനിടയിൽ നീ ഞങ്ങളോട് മുട്ടുകുത്തി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ബലമായി മുട്ടുകുത്തിക്കും. ബലമായി മുട്ടുകുത്തിക്കും എന്ന് പറഞ്ഞാൽ അവനെ മുട്ടുകാല് അടിച്ചൊടിക്കും എന്നാണ് അർത്ഥം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ എണ്ണി തുടങ്ങി. 3, 2, 1. അയാൾ വേഗത്തിൽ അങ്ങ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കാലുയർത്തി ആ ചെറുപ്പക്കാരന്റെ മുട്ടിൽ ആഞ്ഞ് ചവിട്ടുകയാണ്. അയാളുടെ കാല് വായുവിലുയർന്ന് താഴെപ്പോഴേക്കും ആ കാല് താഴ്ത്താൻ പറ്റുന്നില്ല. ആരോ അയാളെ ഷോൾഡറിൽ പിടിച്ചിരിക്കുകയാണ്. അയാളുടെ ഷർട്ടിൽ പിടിച്ച് ആരോ വലിക്കുകയാണ്. ആരുടെ എന്റെ ഷർട്ടിൽ പിടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് അയാൾ തിരിയുമ്പോൾ അയാളെ തൂക്കി എടുത്തു മാറ്റിയത് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. അയാളെ ഇടത് കൈകൊണ്ട് മാർക്ക് ഇങ്ങനെ പിടിച്ച് പൊക്കി മാറ്റിയായിരുന്നു. അയാളെ ഒരാൾ പിടിച്ച് പൊക്കി മാറ്റിയത് അയാളുടെ കൂടെയുള്ള ആളുകളും കണ്ടു. ആരാ നീ, എന്തായി ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ആ ആളുകൾ മാർക്കിനെ നേരെ തിരിഞ്ഞതും മാർക്ക് കൈ ഒന്ന് കൂളായിട്ട് വീശിയതേ ഉള്ളൂ. ആ 4 അംഗ ടീം തെറിച്ച് ദൂരേക്ക് വീണു. മാർക്ക് ഷർട്ടിൽ പിടിച്ച് മാറ്റി നിർത്തിയ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മാർക്ക് നേരെ കുതിച്ചു. അവൻ കുതിച്ച് മാർക്കിന്റെ അടുത്തെത്തിയതും മാർക്ക് ഇടത് കൈയുടെ പുറകുവശം കൊണ്ട് ഒറ്റയാടി. അവനും തെറിച്ച് ദൂരെ പോയി വീണു. ഈ കാഴ്ച ശരിക്കും താഴെ കുനിഞ്ഞു നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ കണ്ടു. അവന്റെ മുഖത്ത് വല്ലാത്തൊരു അമ്പരപ്പ്. അവൻ ചാടി എണീറ്റ് ഓടി വന്ന് മാർക്കിനെ കെട്ടിപ്പിടിക്കുകയാണ്. മാർക്ക് അങ്ങനെ വിളിച്ചുകൊണ്ട് അവൻ കെട്ടിപ്പിടിക്കുമ്പോൾ മാർക്ക് അവന്റെ പുറത്ത് കെട്ടിയിട്ട് അവനോട് ചോദിച്ചു, നീൽ, നീ എങ്ങനെ ഇതിനകത്ത് വന്ന്? നീൽ ഫ്ലെമിങ്ങിനെ കുറെ നാളുകളായി കാണാനില്ല. മാർക്ക് നീലിനെ തിരക്കാത്ത സ്ഥലമൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ തിരക്കിനിടയിൽ മാർക്കിന് നീലിനെ പിന്നീട് തിരയാൻ പറ്റിയിരുന്നില്ല. മാർക്ക്, ഞാൻ തോമസ് കുടുംബത്തിലല്ലേ വർക്ക് ചെയ്തിരുന്നത്. ആ സമയം മുതൽ എൻ്റെ സഹോദരിയെ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ സഹോദരിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അതിനിടയിൽ ഞാൻ ഒരാളുമായി ഒന്ന് ഉരസി. അയാൾ ഈ അസോസിയേഷൻ്റെ ആളാണ്. അയാളാണ് എന്നെ ഇവിടെ കൊണ്ട് തള്ളിയത്. എന്നെ 3 കൊല്ലം തടവിലിടാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നീൽ ഫ്ലെമിംഗ് കഥ പറഞ്ഞു. ഹേയ് നീൽ, എന്തായാലും നിന്നെ കണ്ടു കിട്ടിയല്ലോ, അത് നന്നായി. അങ്ങനെ മാർക്ക് പറഞ്ഞതും നീല് മാർക്കിനോട് ചോദിച്ചു, അല്ല മാർക്ക് എങ്ങനെ ഇതിനകത്ത് എത്തിയേ? നീൽ, അതൊക്കെ വലിയ കഥയാണ്. അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. നീൽ, നീ എന്നോട് നേരത്തെ ഒരു കാര്യം ചോദിച്ചിരുന്നില്ലേ, നിന്നെ ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിക്കുമെന്നും? ഇപ്പോഴാണ് അതിന് പറ്റിയ സമയം. ഞാൻ നിന്നെ ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിക്കാം. മാർക്ക് ഇതുവരെ നീലിന് ഒന്നും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അതാണ് ശരി. നീലിനെ ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിക്കാനായി മാർക്കിന് ഒരു സമയം കിട്ടിയിരിക്കുകയാണ്. ന്യൂ സെലസ്റ്റിൽ ചെന്ന് എമിലി ബ്ലാക്കിനെ സ്വന്തമാക്കാനുള്ള ഓട്ടത്തിനിടയിൽ യഥാർത്ഥത്തിൽ മാർക്ക് നീലിന്റെ കാര്യം വിട്ടുപോയതാണ്. നീലിന് ബ്രീത്തിങ് എക്സസൈസ് പറഞ്ഞു കൊടുക്കാമെന്ന് നേരത്തെ ഒരു തവണ മാർക്ക് ഏറ്റതാണ്. മാർക്കിന് സമയം കിട്ടാത്തത് കൊണ്ട് അത് നടക്കാതെ പോയതാണ്. ഇപ്പൊ ഇതാ ഇഷ്ടംപോലെ സമയമുണ്ട്. മാർക്ക് പറഞ്ഞത് കേട്ടതും നീലും റെഡിയായി. മാർക്കും നീലും ആ പ്രിസണിലുള്ള മറ്റാളുകളെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഒരു കോർണറിലോട്ടിരുന്നു. അവിടെ കാലിൽ ക്രോസ് ചെയ്ത് നീൽ ഇരിക്കുമ്പോൾ മാർക്ക് ആ പാഠങ്ങൾ നീലിന് പറഞ്ഞു കൊടുത്തു തുടങ്ങി. മാർക്ക് നീലിനെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. നീല് സത്യത്തിൽ ഒരു ജീനിയസാണ്. അവനെ ശരിയായി ട്യൂൺ ചെയ്താൽ ശരിക്കും അവൻ വളർന്ന് വലുതാകും. അവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ വളർച്ച തടസ്സപ്പെട്ട് ഇരിക്കുന്നതാണ്. നീല് ആ ബ്രീത്തിങ് എക്സസൈസിലെ ഓരോ സ്റ്റെപ്പുകളും കൃത്യമായി ചെയ്യുന്ന കണ്ടപ്പോൾ മാർക്കിന്റെ മനസ്സിൽ ആ കാര്യം ഉറപ്പായി. ഇവൻ ഒരു അസറ്റാണ്. മാർക്ക് ഫെല്ലർ നീൽ ഫ്ലെമിങ്ങിനെ ആ ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിക്കുന്ന ഇതേ സമയത്ത് ജിയാങ് കുടുംബം ആ ന്യൂസ് പുറത്താക്കിയിരുന്നു. ജിയാങ് കുടുംബത്തെ എതിർത്ത മാർക്ക് ഫെല്ലറെ മാർഷൽ അസോസിയേഷൻ തടങ്കിലാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് ജിയാങ് കുടുംബം പതുക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. ജിയാങ് കുടുംബത്തെ എതിർക്കുന്ന ഏതൊരാൾക്കും ഇതാണ് അവസ്ഥയെന്ന് ആളുകളെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ആ ന്യൂസ് അവരങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. ആ വാർത്ത സ്വാഭാവികമായിട്ടും അങ്കിൾ ഊവിന്റെ ശ്രദ്ധയപ്പെട്ടു. വിവരമറിഞ്ഞ ചീഫ് റിച്ചാർഡ് ഊ ഉടൻ തന്നെ ജിയാങ് കുടുംബത്തിലെത്തി. അയാൾ ജിയാങ് കുടുംബത്തിലെത്തുമ്പോൾ സാക്ഷാൽ ജിയാങ് ഊ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിയാങ് ഊവിന്റെ പരിക്കുകളൊക്കെ ഏതാണ്ട് ഭേദമായിട്ടുണ്ട്. അയാളൊരു ഗ്രാൻഡ് മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ അയാളുടെ പരിക്കുകൾ അതിവേഗം ഭേദമാകും. ചീഫ് ഊവിനെ കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടി ജിയാങ് ഊ ചീഫ് ഊവിനെ സ്വീകരിച്ച് ഹാളിലേക്ക് കൊണ്ടുവന്നു. അവർ രണ്ടുപേരും മുഖാമുഖം ഇരിക്കുകയാണ്.
ചീഫ് വുവിന് ഒരു കപ്പ് ചായ ഓഫർ ചെയ്ത ജിയാങ് വു ചീഫിനോട് ചോദിച്ചു, അല്ല ചീഫ് എന്താ വന്നത്? ജിയാങ്, എനിക്കൊരു ഉപകാരം ചെയ്യണം, ആ മാർക്ക് ഫെല്ലറെ മോചിപ്പിക്കണം. ചീഫ് നോക്ക്, ഞാനുമായി ബന്ധമുള്ള കാര്യത്തിനല്ല മാർക്ക് അറസ്റ്റിലായിരിക്കുന്നത്. മാർക്കിനെതിരെ ഒരുപാട് കേസുകളുണ്ട്. അസോസിയേഷൻ യുക്തമായി തീരുമാനമെടുക്കും, ഞാൻ അതിനകത്ത് ഇടപെടില്ല. ജിയാങ്ങിന്റെ കളികൾ എനിക്ക് മനസ്സിലായില്ല എന്ന് കരുതരുത്. എന്റെ അധികാരത്തെ ജിയാങ് ചോദ്യം ചെയ്യരുത്. ചീഫു എന്താ പറഞ്ഞേ? അങ്ങയുടെ അധികാരത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നു. അല്ല, അങ്ങക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? ചീഫു, അങ്ങ് ഒരു കാര്യം മറന്നു പോകുന്നു. അങ്ങ് റിട്ടയറായി എന്നുള്ള കാര്യം. റിട്ടയറായ അങ്ങക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? ഞാൻ സ്നേഹമുള്ളത് കൊണ്ടും ബഹുമാനമുള്ളത് കൊണ്ടും അങ്ങയോട് ഇത്ര നേരം സംസാരിച്ചതാണ്. ജിയാങ്, നിങ്ങൾ ചെയ്യുന്ന കുറ്റത്തിന്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഒരിക്കൽ കൂടി ഇന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ചീഫ്, മാർക്കിന്റെ കാര്യത്തിൽ ഒരു ആലോചനയ്ക്കും ഞാൻ തയ്യാറല്ല. ചീഫിന് വേറൊന്നും പറയാനില്ലെങ്കിൽ പോകാം. ചീഫ് വുവിനെ യഥാർത്ഥത്തിൽ ആ വീട്ടിൽ നിന്ന് ജിയാങ് വു ഇറക്കി വിട്ടതുപോലെയാണ് സംഭവം. വളരെ വിഷമിച്ച് വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ ചീഫ് വുവിനെ കാത്ത് അയാളുടെ മകൾ ഷിയ വു ഉണ്ട്. ഷിയ അവളുടെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്തായി? മോളെ, ഞാൻ എല്ലാ ആളുകളെയും ബന്ധപ്പെടുന്നുണ്ട്, പക്ഷെ ആർക്കും മാർക്കിനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഷിയോട് റിച്ചാർഡ് വു സംസാരിക്കുന്നിടയിൽ ചില ന്യൂസുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. മാർക്ക് ഫെല്ലർക്കെതിരെ ഒരു കുറ്റപത്രം തയ്യാറായെന്നും ആ കുറ്റപത്രത്തിന് അധികാരികളുടെ പിന്തുണ കിട്ടിയെന്നും ആ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ മാർക്ക് ഫെല്ലറെ നാളെ രാവിലെ 10 മണിക്ക് പരസ്യമായി വധിക്കാൻ പോവുകയാണെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വാർത്ത കണ്ടതുകൊണ്ടാണ് ഷിയ വു ശരിക്കും സങ്കടത്തോടു കൂടി അവളുടെ അച്ഛനോട് സംസാരിച്ചത്. അച്ഛ, എന്ത് വില കൊടുത്തും മാർക്കിനെ രക്ഷിച്ചേ പറ്റൂ. അച്ഛൻ ഒരു ശ്രമം നടത്തണം. ഷിയ, ഞാൻ എൻ്റെ എല്ലാ കോണ്ടാക്റ്റുകളിലും ബന്ധപ്പെട്ടായിരുന്നു, പക്ഷെ ആരും ഇടപെടുന്നില്ല. ജിയാങ് കുടുംബത്തിനെതിരെ ഇടപെടാൻ എല്ലാവർക്കും എന്തോ ഒരു മടി. അങ്ങനെ റിച്ചാർഡ് വു അയാളുടെ നിസ്സഹായ അവസ്ഥ ഷിയോട് സൂചിപ്പിച്ചപ്പോൾ ഷിയ കൂടുതലൊന്നും പറയാതെ അവളുടെ മുറിയിലേക്ക് കടന്നു. മുറിയിലേക്ക് കയറിയ ഷിയ മൊബൈൽ ഫോൺ എടുത്ത് അതിനകത്ത് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. എമിലി, മാർക്ക് അപകടത്തിലാണ്. മാർക്കിനെതിരെ ജിയാങ് കുടുംബം ഒരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ അനുസരിച്ച് മാർഷൽ ആർട്സുകാർ മാർക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മാർക്കിനെ നാളെ രാവിലെ 10 മണിക്ക് പരസ്യമായി കൊലപ്പെടുത്താൻ പോവുകയാണ്. എന്തെങ്കിലും ചെയ്യണേ ഷിയ വു. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അവൾ ആ മെസ്സേജ് സെൻഡ് ചെയ്തു. എമിലി ബ്ലാക്കിന് സെൻഡ് ചെയ്യപ്പെട്ട മെസ്സേജ് ആ നിമിഷം തന്നെ എമിലിക്ക് കിട്ടി. ഈ സംഭവങ്ങളൊന്നും യഥാർത്ഥത്തിൽ നീൽ ഫ്ലെമിങ്ങിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാർക്ക് അറിയുന്നില്ല. മാർക്കിനെ പരസ്യമായി കൊലപ്പെടുത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്ന കാര്യം അകത്തുള്ള ബാക്കി പ്രിസണേഴ്സിനും അറിയത്തില്ല. അകത്തുള്ളത് സാക്ഷാൽ മാർക്കാണെന്നുള്ള കാര്യവും അവിടെ ആരും അറിഞ്ഞിട്ടുമില്ല. മാർക്ക് ഫെല്ലറും നീൽ ഫ്ലെമിങ്ങും കൂടി ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ആ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. ശരിക്കും വിശാലമായൊരു ഹാളാണ്. അനവധി പ്രിസണേഴ്സ് അവിടെയുണ്ട്. ഹാളിലേക്ക് കടന്നു വന്നത് സാക്ഷാൽ സേവിയറാണ്. സേവിയറിനൊപ്പം അനവധി പാസ് മാസ്റ്റേഴ്സും ഉണ്ട്. ആ ഹാളിലേക്ക് കടന്നു വന്ന സേവിയർ ഉറക്കെ മാർക്ക് ഫെല്ലറെ വിളിച്ചു. ഏയ് മാർക്ക് ഫെല്ലർ! മാർക്ക് ഫെല്ലർ എന്നുള്ള അയാളുടെ ആ വിളി സ്വാഭാവികമായിട്ടും ശരിക്കും ഒരു അമ്പരപ്പ്, അത്ഭുതം, ഞെട്ടൽ ഇതൊക്കെ അകത്തുള്ള പ്രിസണേഴ്സിൽ പലർക്കും ഉണ്ടായി. അവരെല്ലാവരും ഞെട്ടലോടുകൂടി ആ മൂലയിലേക്ക് നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർ തല ഉയർത്തി പ്രസിഡന്റ് സേവിയർ നോക്കി. മാർക്ക് ഫെല്ലർ എണീക്ക് പോലും ചെയ്യാതെ പ്രസിഡന്റ് സേവിയറോട് ചോദിച്ചു, എന്താ? ഏയ് മാർക്ക്, നിന്റെ അഹങ്കാരം ഇന്നത്തേക്ക് കൂടിയേ ഉണ്ടാവൂ. നിനക്കെതിരെയുള്ള ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അത് കേട്ടിട്ടും മാർക്ക് മൈൻഡ് ചെയ്യാതെ നീലിന് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പ്രസിഡന്റ് സേവിയർ അയാൾക്കൊപ്പമുള്ള ആളുകൾക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോ സമയം സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് സേവിയറും സംഘവും പോയി കഴിഞ്ഞതും ആ ഹാളിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഓടി മാർക്കിനടുത്തേക്ക് വന്നു. ശരിക്കും മാർക്കിനടുത്ത് ഓടിയെത്തിയ ആ ആളുകളൊക്കെ മാർക്കിന് മുന്നിൽ മുട്ടുകുത്തിയെന്ന് പറയാം. മാർക്കിനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടായിരുന്നു. ഇന്നലെ മാർക്ക് ജിയാങ് വുവിനെ പരാജയപ്പെടുത്തതും ഞങ്ങൾ അറിഞ്ഞിരുന്നു. ജയിലിനകത്ത് ആരെങ്കിലും ഒരു ന്യൂസ് എത്തിക്കും. ആ ന്യൂസ് സ്വാഭാവികമായും പ്രിസണേഴ്സിനിടയിലേക്ക് അങ്ങ് പടർന്നു വരും. മാർക്ക് ഫെല്ലറെ കുറിച്ച് അതുകൊണ്ട് തന്നെ ആ പ്രിസണിലുള്ള സകലർക്കും അറിയാം. ആളെ അവരാരും കണ്ടിട്ടില്ലെന്ന് മാത്രം.
മാർക്ക് ഫെല്ലർക്കെതിരെ കടുത്ത ഒരു ശിക്ഷയാണ് പിറ്റേന്ന് രാവിലെ നടപ്പാക്കാൻ പോകുന്നുള്ള കാര്യം പ്രസിഡന്റ് സേവിയറിന്റെ വാക്കിൽ നിന്ന് അവരും വായിച്ചറിഞ്ഞു. അവർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, വലിയ ശിക്ഷയൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ വേറെ ആൾ പറഞ്ഞു, ഏയ് പ്രസിഡന്റ് പറഞ്ഞത് നാളെ മാർക്ക് അവസാനിക്കുന്നല്ലേ, അതിൻ്റെ അർത്ഥം മാർക്കിനെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശമുണ്ടെന്നല്ലേ. അങ്ങനെ ഒരാൾ സൂചിപ്പിച്ചപ്പോൾ പെട്ടെന്നാണ് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ശരിയാണ്, പ്രസിഡന്റ് സേവിയർ പറഞ്ഞത് അങ്ങനെയാണല്ലോ, നാളെ രാവിലെ 10 മണി വരെ മാർക്ക് ഉള്ളെന്നല്ലേ പറഞ്ഞത്. സകലരും സങ്കടത്തോടുകൂടി മാർക്കിനെ നോക്കുന്നുണ്ടെന്നും മാർക്ക് അവരോട് പറഞ്ഞു, നോക്ക്, ഒന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാണ്, ഒന്നും സംഭവിക്കില്ല. മാർക്ക് പറയും പോലെ അല്ല കാര്യങ്ങൾ. ഈ അസോസിയേഷന്റെ ശിക്ഷാ മുറകൾ വലിയ കടുപ്പത്തിലുള്ളതാണ്. അവർ ചിലപ്പോൾ നമ്മളെ കൊല്ലാനും മടിക്കത്തില്ല. സർക്കാർ സംവിധാനം നിലവിലിരിക്കെ ഒരു NGO ആയ ഈ മാർഷൽ അസോസിയേഷന് അങ്ങനെ ശിക്ഷകൾ വിധിക്കാൻ പറ്റുമോ എന്നൊരു സംശയം അപ്പോഴും മാർക്കിനുണ്ട്. അതാണ് മാർക്കിന്റെ കോൺഫിഡൻസ്. ഇവിടെ നിയമവും സംവിധാനങ്ങളൊക്കെ ഇല്ലേ. സ്വാഭാവികമായും ചിൽറ്റൗണിൽ അങ്കിൾ ഊ ഉണ്ട്. അങ്കിൾ ഊ ഇതിൽ എന്തായാലും ഇടപെടും. മാർക്കിന് ആ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയോട് കൂടിയാണ് മാർക്ക് ഉറങ്ങാൻ കിടന്നത്. മാർക്കും നീലും പല കാര്യങ്ങളും അങ്ങനെ സംസാരിച്ച് ഉറങ്ങിയാണ്. നേരം പരപരാ വെളുത്തപ്പോൾ ന്യൂ സെലസ്ട്രൽ ഒരു ഹെലികോപ്റ്റർ റെഡിയായി നിൽക്കുകയാണ്. ആ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് നടക്കുകയാണ് സാക്ഷാൽ എമിലി ബ്ലാക്ക്. ഷിയാവൂവിന്റെ മെസ്സേജ് കിട്ടിയ ആ നിമിഷത്തിൽ എമിലി ആദ്യം വിളിച്ചത് ജിയങ് ബ്ലാക്കിനെയാണ്. മാർക്കിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനായി ബ്ലാക്ക് കുടുംബം ഏർപ്പാടാക്കിയിരിക്കുന്ന ജിയങ് ബ്ലാക്കും ഫ്രെഡിയും ചിൽറ്റൗണിൽ ഇല്ല എന്നുള്ള വിവരം അപ്പോഴാണ് എമിലി അറിയുന്നത്. ആ വിവരം അറിഞ്ഞതും എമിലി അവളുടെ ഗ്രാൻഡ് പയോട് അവൾ ചിൽറ്റൗണിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. അവളുടെ ഗ്രാൻഡ് പാ എമിലിയോട് പറഞ്ഞു, എമിലി അതിന്റെ ആവശ്യമില്ല, കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ല ഗ്രാൻഡ് പാ, ഞാൻ അവിടെ പോവുക തന്നെ വേണം. അങ്ങനെ നിർബന്ധ ബുദ്ധിയെടുത്ത എമിലി അതിരാവിലെ ഹെലികോപ്റ്ററിലേക്ക് കയറുകയാണ്. അവൾക്കൊപ്പം 8 ഗ്രാൻഡ് മാസ്റ്റേഴ്സും ഉണ്ട്. അവിടെ നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്റർ ആകാശത്തിലൂടെ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ഓൾഡ് മാസ്റ്റർ ബ്ലാക്ക് അയാളുടെ സമീപത്ത് നിൽക്കുന്ന ബ്ലാക്ക് കുടുംബത്തിന്റെ സെക്രട്ടറിയോട് പറഞ്ഞു, ചിൽറ്റൗണിലെ എല്ലാവരെയും വിളിച്ച് ഇൻഫോം ചെയ്യും. എമിലിയുടെ ഒരു രോമത്തിനെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ ചിൽറ്റൗൺ പിന്നെ ഉണ്ടാവരുത്. വളരെ വ്യക്തമായ നിർദ്ദേശമാണ് ഓൾഡ് മാസ്റ്റർ ബ്ലാക്ക് അയാളുടെ സെക്രട്ടറിക്ക് കൊടുക്കുന്നത്. ആ നിർദ്ദേശം കിട്ടിയതും സെക്രട്ടറി ആ നിമിഷത്തിൽ തന്നെ ചില കോളുകൾ വിളിച്ചു തുടങ്ങി. ന്യൂ സെലസ്റ്റിൽ നിന്ന് എമിലി ബ്ലാക്കിനെയും ടീമിനെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ചിൽറ്റൗണിലേക്ക് തിരിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാണ് മാർക്ക് ഫെല്ലറുള്ള ആ പ്രിസന്റെ വാതിൽ തുറക്കപ്പെട്ടു. മാർക്ക് ഫെല്ലറെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സാക്ഷാൽ സേവിയർ നിൽക്കുകയാണ്. സേവിയറിനൊപ്പം കുറച്ച് ഉദ്യോഗസ്ഥരുമുണ്ട്. അവർ മാർക്കിനെ വിളിച്ചു. മാർക്ക്, നിനക്ക് പോകാനുള്ള സമയമായി. മാർക്കിന് പോകാനുള്ള സമയമായി എന്നുള്ള പ്രസിഡന്റ് സേവിയറുടെ ആ വാചകത്തിന്റെ അർത്ഥം ശരിക്കും അങ്ങോട്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ നീലും കൂടെയുള്ള പ്രിസണേഴ്സും മാർക്കിനോട് പറഞ്ഞു, മാർക്ക് കുഴപ്പമൊന്നും കാണില്ല. ഹേയ് നീൽ, എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഞാൻ തിരിച്ചു വരും. അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് മാർക്ക് പ്രിസണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്ന നിമിഷത്തിൽ മാർക്ക് നീലോട് പറയുകയും ചെയ്തു, നീൽ, ഞാൻ മടങ്ങി വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് പുറത്തേക്ക് പോവാം. 3 കൊല്ലത്തേക്കാണ് നീലിനെ ശിക്ഷിച്ചിരിക്കുന്നത്. ആ ശിക്ഷയൊക്കെ റദ്ദാക്കി തന്നെ മാർക്ക് പുറത്തെത്തിക്കുമെന്നൊരു പ്രതീക്ഷ അത് കേട്ടപ്പോൾ നീലിന് ഉണ്ടാവുകയും ചെയ്തു. മാർക്ക് പുറത്തെത്തപ്പോൾ മാർക്കിനെ കാത്ത് ചില ആളുകൾ നിൽപ്പുണ്ട്. അവരൊക്കെ പാസ്റ്റ് മാസ്റ്റേഴ്സ് ആണ്. പാസ്റ്റ് മാസ്റ്റേഴ്സ് മാർക്കിനെ കൊണ്ട് നേരെ എത്തിയത് സേവിയറിന്റെ ഓഫീസ് മുറിക്ക് സമീപത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്കാണ്. ശരിക്കും വിശാലമായ ഒരു ഗ്രൗണ്ടിലാണ് മാർക്ക് എത്തിയിരിക്കുന്നത്. ആ ഗ്രൗണ്ടിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലേക്ക് അവർ മാർക്കിനെ കൊണ്ടുവന്നു. ആ പ്ലാറ്റ്ഫോമിലേക്ക് മാർക്കിനെ കയറ്റിയതും അവർ മാർക്കിന്റെ കൈകൾ ബന്ധിച്ചു തുടങ്ങി. മാർക്കിന്റെ ഇരു കൈകളും കാലും ചങ്ങല കൊണ്ട് ബന്ധിച്ച അവർ ആ ചങ്ങലകൾ ചുവരിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും ചുവരിൽ 2 കൈയും 2 കാലും ബന്ധിപ്പിക്കപ്പെട്ട നിലയിലാണ് മാർക്ക് ഇപ്പോൾ ഉള്ളത്. ഇവർ എന്താ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ഒരു ചിന്ത മാർക്കിനുണ്ട്. അവരെന്താണ് ചെയ്യാൻ പോകുന്നത് അറിയാനായി മാർക്ക് കൗതുകപൂർവ്വം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു വലിയ ചാട്ടയുമായി സാക്ഷാൽ സേവിയർ ആ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ഈ സമയത്ത് ജിയങ് കുടുംബത്തിന് മുന്നിൽ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയ ആളുകളെ കണ്ട ജിയങ് ഗു ഒന്ന് വിറച്ചു. ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയ ആളുകളെയും ജിയങ് ഗുവും ആ ജിയങ് കുടുംബത്തിലെ ആളുകളെയും കണ്ടു. ആ ഹെലികോപ്റ്ററിൽ ആർക്കും
വായിച്ചെടുക്കാൻ കഴിയുന്ന ശൈലിയിൽ ഒരു പേര് എഴുതിയിട്ടുണ്ട്. ഒരു വട്ടത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു പേരാണ് എഴുതിയിരിക്കുന്നത്, ദ ബ്ലാക്ക്. അതിന് ചുറ്റും ഒരു 3 വട്ടമുണ്ട്. ആ പേര് ഒരു എംബ്ലമാണ്. ആ എംബ്ലം സകലർക്കും അറിയാവുന്ന എംബ്ലമാണ്. ആ ഹെലികോപ്റ്ററിലേക്ക് അമ്പരപ്പോടെ ജിയാങ്കുവും സെക്രട്ടറി ഷാങ്ങും ബാക്കിയുള്ള ആളുകളെയൊക്കെ നോക്കുമ്പോൾ ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു സുന്ദരി പുറത്തേക്ക് ഇറങ്ങി. അവൾക്കൊപ്പം ഒരു 8-അംഗ ടീമും ഉണ്ട്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ആ ടീം ജിയാങ്കുവിന്റെ സ്വീകരണ മുറിയിലെത്തി. ഇപ്പോ ആ ലേഡി മാത്രമാണ് ഇരിക്കുന്നത്. ജിയാങ്കുവും ആ 8-അംഗ ടീമും ജിയാങ്കുവിന്റെ കൂടെയുള്ള ആളുകളെല്ലാവരും നിൽക്കുകയാണ്. എമിലി ജിയാങ്കുവിനോട് ചോദിച്ചു, മിസ്റ്റർ ജിയാങ്, നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് അറിയാവോ? മിസ് ബ്ലാക്ക്, സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു. ജിയാങ്, നിങ്ങൾക്ക് മാർക്കും ഞങ്ങളുടെ കുടുംബം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. മിസ് ബ്ലാക്ക്, സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ വീണ്ടും ജിയാങ് പറഞ്ഞതും ജിയാങ്ങിന്റെ സെക്രട്ടറി ഷാങ് മിസ് ബ്ലാക്കിനോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, മാസ്റ്റർ 3 കൊല്ലത്തോളം സെക്ലൂഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും മാസ്റ്റർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഷാങ് പറഞ്ഞതും എമിലി ഷാങ്ങിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ലേ? ആ ചോദ്യം കേട്ടതും ഷാങ് ഒന്ന് പരിങ്ങി. അവൻ ഒരു നിമിഷം ഒന്ന് പരിങ്ങിയെങ്കിലും ഉടൻ പറഞ്ഞു, മിസ് ബ്ലാക്ക്, ഞാൻ തിരക്കിയപ്പോൾ ബ്ലാക്ക് കുടുംബം മാർക്കിന്റെ കാര്യത്തിൽ ഇടപെടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഷാങ് പറഞ്ഞ വാചകം കേട്ട് ഇപ്പോൾ ഞെട്ടിയിരിക്കുന്നത് ശരിക്കും ജിയാങ്കു ആണ്. ബ്ലാക്ക് കുടുംബവുമായി മാർക്ക് ഫെല്ലർക്ക് ബന്ധമുള്ള കാര്യം അയാൾ അറിഞ്ഞിട്ടേയില്ല. അങ്ങനെ ഒരു കാര്യം അയാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അയാൾ ഒരിക്കലും മാർക്ക് ഫെല്ലറുമായി ഒരു ഫൈറ്റിന് തയ്യാറാകുമായിരുന്നില്ല. ആ കാര്യം 100% ഉറപ്പാണ്. താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നൽ പെട്ടെന്ന് ജിയാങ്കുവിനുണ്ടായി. അങ്ങനെ ഒരു തോന്നൽ ജിയാങ്കുവിന് ഉണ്ടായെങ്കിലും ജിയാങ്കു എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, സത്യമായിട്ടും എൻ്റെ മകൻ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിൽ മനസ്സ് വിഷമിച്ച് ഞാൻ അറിയാതെ ഇടപെട്ടു പോയതാണ്. ജിയാങ്, നിങ്ങൾ ഇടപെട്ടതും നിങ്ങളും മാർക്കും തമ്മിൽ ഫൈറ്റ് ചെയ്തതും എനിക്കറിയാവുന്ന കാര്യമാണ്. അതൊക്കെ നോർമലായി നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ ഇല്ലാത്ത സ്വാധീനം ഉപയോഗിച്ച് മാർഷൽ ആർട്സ് അസോസിയേഷനെ കൊണ്ട് മാർക്കിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും സ്വാഭാവികമാണ്. ആ കാര്യത്തിൽ ബ്ലാക്ക് കുടുംബം ഇടപെടില്ല എന്ന് പറഞ്ഞത് ശരിയുമാണ്. പക്ഷെ അതിനുശേഷം നിങ്ങൾ ചെയ്ത കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? മാർക്കുമായി ജിയാങ്കു ഏറ്റുമുട്ടിയതും ജിയാങ്കു പരാജയപ്പെട്ടതും സ്വാഭാവികമായ സംഭവവികാസമാണ്. പക്ഷെ അതിനുശേഷം പോലീസിനെയും മാർഷൽ അസോസിയേഷനെയൊക്കെ ഉപയോഗിച്ച് മാർക്കിനെ അറസ്റ്റ് ചെയ്തത് ശരിയാണോ എന്നുള്ള എമിലി ബ്ലാക്കിന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ ജിയാങ്ങിന് ഒരു മടിയുണ്ട്. പക്ഷെ ജിയാങ് പെട്ടെന്ന് പറഞ്ഞു, മിസ് ബ്ലാക്ക്, ക്ഷമിക്കണം, എൻ്റെ മകൻ അധ്യാസന നിലയിലായപ്പോൾ അതിന് കാരണക്കാരനായ മാർക്കിനെതിരെ ഞാൻ അറിയാതെ അങ്ങനെ ചെയ്തു പോയതാണ്. ജിയാങ് അങ്ങനെ പറഞ്ഞപ്പോൾ ജിയാങ്ങിന്റെ കണ്ണുകൾ തൊട്ടു പുറകിലുള്ള ഷാരോൺ കിടക്കുന്ന മുറിയിലേക്ക് തിരിഞ്ഞു. അവിടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ആ തുറന്നു കിടക്കുന്ന വാതിലിനകത്ത് ശരിക്കും ഒരു ഗ്ലാസ് പെട്ടിയിലെന്ന പോലെ ഷാരോൺ കിടക്കുന്നത് അവിടെ ഇരിക്കുന്ന എമിലിക്ക് കാണാം. എമിലി ആ കാഴ്ച കണ്ടതും തിരിഞ്ഞ് തൊട്ടു പുറകെ നിൽക്കുന്ന ആളെ ഒന്ന് നോക്കി. എമിലിയുടെ ആ നോട്ടത്തിന്റെ അർത്ഥം പുറകെ നിൽക്കുന്ന ആൾക്ക് മനസ്സിലായി. അയാൾ കൈയൊന്ന് ഉയർത്തി. ശരിക്കും അയാൾ ആ കൈയൊന്ന് ഉയർത്തുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഒരു ശക്തമായ കാറ്റുണ്ടാവുകയാണ്. ആ കാറ്റിനൊപ്പം ഒരു പ്രകാശവുമുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് ജിയാങ്കുവിനും കുടുംബാംഗങ്ങൾക്കും മനസ്സിലാക്കും മുമ്പ് ആ പ്രകാശം ജിയാങ് ഷാരോണിന്റെ ആ മുറിയിലേക്ക് അടിച്ചു കയറുകയാണ്. ആ പ്രകാശം ജിയാങ് ഹാരോൺ കിടക്കുന്ന കട്ടിലേക്കാണ് ആഞ്ഞടിച്ചത്. ആ നിമിഷത്തിൽ ആ കട്ടിലും ജിയാങ് ഹാരോണിനെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന ആ ബോക്സും ഏതുവേണ്ട സകലതും തകർന്ന് തരിപ്പണമായി. ഒരു തീ മാത്രമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഞെട്ടലോടുകൂടി ആളുകൾ ആ മുറിയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ പ്രകാശവും തീയൊക്കെ ഒന്ന് അണഞ്ഞു. ഇപ്പോൾ അവിടെ ശുദ്ധ ശൂന്യതയാണ്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജിയാങ്കുവിൻ്റെ മകൻ ജിയാങ് ഷാരോൺ ഒരു ഓർമ്മ മാത്രമായും അവൻ കഷ്ടം കഷ്ടമായി ചിതറിയിരിക്കുന്ന അർത്ഥം. എമിലി ബ്ലാക്കും ജിയാങ്കുവും സംസാരിക്കുന്ന ആ സമയത്ത്
മാർഷൽ ആർട്സുകാരുടെ ആ പ്രിസന്റെ മുന്നിലുള്ള ആ ചെറിയ മൈതാനത്ത് സാക്ഷാൽ സേവിയർ ഒരു ചാട്ടയുമായി മാർക്കിനടുത്ത് എത്തിയിരിക്കുകയാണ്. ആ ഇരുമ്പ് ചാട്ട അയാൾ ഒന്ന് വെറുതെ വീശി. ആ ചാട്ട ആകാശത്ത് വീശപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു പ്രകമ്പനം ആ ചാട്ട ഉണ്ടാക്കുന്നുണ്ട്. ഈ കാഴ്ച കാണാനായി കുറച്ച് ആളുകളുമുണ്ട്. സേവിയറുമായി ബന്ധപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ അവർ ലേശം ആവേശത്തിലാണ്. മാർക്ക് ഫെല്ലർ അവർക്കും പരിചയമുള്ള കക്ഷിയാണ്. അയാളെ സേവിയർ മർദ്ദിക്കുന്ന കാണാനായി അങ്ങനെ അവർ കാത്തു നിൽക്കുമ്പോൾ സേവിയർ ആ ചാട്ട ഒന്ന് ഉയർത്തി ഒരൊറ്റ അടി. ആ അടിയിൽ സാധാരണഗതിയിൽ ഒരാളെ കൊല്ലപ്പെടേണ്ടതാണ്. അത്ര ശക്തമായിട്ടാണ് സേവിയർ മാർക്ക് ഫെല്ലറെ ആ ചാട്ട കൊണ്ട് അടിക്കുന്നത്. മാർക്കിന്റെ കഴുത്തിൽ നിന്ന് നെഞ്ചിലൂടെ ദേഹം മുഴുവൻ ആ ചാട്ട പതിഞ്ഞു എന്ന് പറയാം. ആ അടി ഏൽക്കുന്ന മാർക്കിന്റെ പുറത്ത് സ്വാഭാവികമായും തൊലി പൊളിഞ്ഞു മാറണം. സേവിയറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാർക്കിന്റെ പുറത്ത് ഒരു മാറ്റവുമില്ല. മാർക്കിന്റെ ആ ഡ്രസ്സുകൾ കീറി എന്നതല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. അത് കണ്ടപ്പോ സേവിയർ പറഞ്ഞു, ഹേയ് മാർക്ക്, നീ കൊള്ളാമല്ലോ, നിന്റെ ബോഡി ശരിക്കും ശക്തമാണല്ലേ, കൊള്ളാം. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മാർക്ക്, ഞാൻ ഇനി അടിക്കാൻ പോകുന്നത് വെറും ചാട്ടയടിയല്ല. ഞാൻ ഇനി അടിക്കുന്നത് നിന്റെ ആത്മാവിന് വരെ തൊടുന്ന ഒരു സ്പെല്ല് ഉപയോഗിച്ചാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ ചാട്ട അയാളുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ച് എന്തോ മന്ത്രം ചൊല്ലി തുടങ്ങി. ശരിക്കും അയാൾ പറഞ്ഞതുപോലെ മാർക്കിന്റെ ആത്മാവിനെ വരെ തൊടിക്കാൻ കപ്പാസിറ്റിയുള്ള അടി നടത്താൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. മാർക്കിന് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. മാർക്ക് അയാളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അയാൾ ആ ചാട്ട എടുത്തു. ആ ചാട്ട എടുത്ത് അയാൾ 2 സ്റ്റെപ്പ് മുന്നോട്ട് വന്നിട്ട് ശക്തമായി വീശി ആഞ്ഞൊരു ഒറ്റ അടി. മാർക്കിന്റെ നെഞ്ചിന് കുറുകെയാണ് ആ ചാട്ട പതിച്ചത്. ആ അടി ഏറ്റതും മാർക്ക് ഒന്ന് നടുങ്ങി. നേരത്തെ അടി മാർക്കിന്റെ ബോഡിയിൽ കൊണ്ടെങ്കിലും മാർക്കിന് അത് വേദനിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോ ആ അടി മാർക്കിന് നന്നായി വേദനിച്ചു എന്ന് പറഞ്ഞാൽ മാർക്കിന്റെ എല്ല് വരെ കിടുങ്ങിപ്പോവുകയായിരുന്നു. മാർക്ക് വേദന കടിച്ചമർത്തി സേവിയറെ തന്നെ അതിനെ നോക്കി നിൽക്കുമ്പോൾ സേവിയർ വീണ്ടും ആഞ്ഞടിച്ചു. മാർക്കിന്റെ വലത് ഷോൾഡർ കണക്കാക്കിയാണ് ഇപ്രാവശ്യത്തെ അടി. അത് കഴിഞ്ഞ് അയാൾ ഇടത് ഷോൾഡർ കണക്കാക്കി അടിച്ചു. അതിനുശേഷം പുറകുവശം. അങ്ങനെ അയാൾ ഓരോ സ്ഥലം നോക്കി അടിക്കുകയാണ്. 8 അടി കഴിഞ്ഞപ്പോൾ മാർക്കിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. മാർക്ക് പൂർണ്ണമായും രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. സേവിയർ നന്നായി ഉയർത്തിട്ടുണ്ട്. സേവിയർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ കൊള്ളാം, പക്ഷേ നീ അഹങ്കരിക്കൊന്നും വേണ്ട. ഇവിടുത്തെ റെക്കോർഡ് 17 അടിയാണ്. ഈ ചാട്ട കൊണ്ട് 17 അടി താങ്ങിയ ഒരാള് ഇവിടെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. 17ാമത്തെ അടിയിലാണ് അയാൾ മരിക്കുന്നത്. അതിനു മുമ്പേ മരിച്ചാൽ നീ റെക്കോർഡ് ഭേദിക്കാതെ മരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നത് നിനക്ക് ആ റെക്കോർഡ് വരെ എത്താൻ കഴിയുമെന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും അടി തുടങ്ങി. 12 അടിയായപ്പോൾ സേവിയർ ലേശം തളർന്നിട്ടുണ്ട്. എന്നാലും അയാൾക്ക് ഒരു ആവേശം വന്നിരിക്കുകയാണ്. അയാൾ തലങ്ങും വിലങ്ങും അടിച്ച് 17ാമത്തെ അടിയും അടിച്ചു. ആ ചാട്ട വീഴുന്നതിന്റെ ഫലമായിട്ട് മാർക്കിന്റെ മുഖത്തുനിന്നും മൂക്കിൽ നിന്നും വായു നോക്കി രക്തം വന്നു തുടങ്ങിയിട്ടുണ്ട്. രക്തമൊലിക്കാത്ത ഭാഗം മാർക്കിന്റെ ശരീരത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ദേഹം മുഴുവൻ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന മാർക്കിനെ നോക്കി സേവിയർ പറഞ്ഞു, മാർക്ക്, 17 പൂർത്തീകരിച്ചു. നീ ഇപ്പോൾ ഇവിടുത്തെ റെക്കോർഡിന് തുല്യം എത്തിയിരിക്കുകയാണ്. നീ എത്ര നേരം പിടിച്ചു നിൽക്കുന്നു ഞാനത് കാണട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും അടിച്ചു. 18, 19, പെട്ടെന്നാണ് 27 ആയത്. റെക്കോർഡിനേക്കാൾ 10 അടി കൂടി കൂടിയിട്ടും മാർക്ക് വീണിട്ടില്ല. മാർക്ക് ശരിക്കും വേദന കൊണ്ട് പൊളയുന്നുണ്ടെങ്കിലും കണ്ണടയ്ക്കാതെ പിടിച്ചു നിൽക്കുകയാണ്. മാർക്ക്, നീ അറിയണമായിരുന്നു ജിയാങ് കുടുംബത്തെ തൊടുമ്പോൾ ഇതിങ്ങനെ സംഭവിക്കുമെന്ന്. മാർക്ക്, നീ ശക്തനാണെന്നുള്ള കാര്യം എനിക്കിപ്പോ ഏതാണ്ട് ധാരണയായി. നിന്നെ ഇങ്ങനെ അടിച്ചു കൊല്ലേണ്ടി വരുന്നതിൽ ശരിക്കും എനിക്കും വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം മാർക്ക്, ഇതായിപ്പോയി നമ്മുടെ നിയമം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും അടിച്ചു. അടി 33 മാർക്കിന്റെ ശരീരത്തിൽ പൊളിയാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല എന്ന് പറയാം. 2 കൈയും 2 കാലും എൻറ്റയർ ബോഡിയും ഏതാണ്ട് പൊളിഞ്ഞ് ഇളകിയിരിക്കുകയാണ്. മാർക്കിന്റെ ശരീരത്തിലെ എല്ലുകൾ ഇപ്പൊ നമുക്ക് കാണാം. തൊലിയൊക്കെ പറഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷേ അടിക്കുന്ന സേവിയർ ശരിക്കും കിതയ്ക്കുന്നുണ്ട്.
അയാൾക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുകയാണ്. 33 തവണ അടിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും സേവിയർ തളർന്നു. ഇനിയും അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയതും അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ കളി നമുക്ക് അവസാനിപ്പിക്കാം, നിന്നെ ഞാനിതാ തീർക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ചാട്ട ഒന്ന് വീശുകയാണ്. ശരിക്കും ചാട്ട വീശിയതിനു ശേഷം മുന്നോട്ട് വന്ന് ആഞ്ഞ് മാർക്കിന്റെ തലയിലേക്ക് അടിക്കുക എന്നുള്ളതാണ് അയാളുടെ ടാർഗറ്റ്. അയാൾ ചാട്ട ഒന്ന് ശക്തമായി വീശിട്ട് മുന്നോട്ട് കുതിക്കാനായിട്ട് പോയതും അയാൾക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റുന്നില്ല. അയാളുടെ ചാട്ട മുന്നോട്ട് വരുന്നില്ല. ചാട്ട മുന്നോട്ട് വരാതെ കുരുങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഞെട്ടിത്തിരിഞ്ഞൊന്ന് നോക്കുകയാണ്. ഞെട്ടിത്തിരിഞ്ഞ് അയാൾ നോക്കുമ്പോൾ അയാളുടെ ചാട്ടയിൽ ഒരാൾ പിടിച്ചിരിക്കുകയാണ്. ആരാ നീ? ഞാൻ ജിയാങ് ബ്ലാക്ക്. ഞാൻ ബ്ലാക്ക് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ആഗതൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. ബ്ലാക്ക് കുടുംബമൊന്നും ജിയാങ് ബ്ലാക്ക് എന്നൊക്കെ കേട്ടപ്പോൾ സേവിയർ ഒന്ന് പതറി. സേവിയർ ലേശം അസ്വസ്ഥതയോടെ ജിയാങ് ബ്ലാക്കിനോട് ചോദിച്ചു, ബ്ലാക്ക് കുടുംബത്തിന് എന്താ കാര്യം ഇവിടെ? ആ ചോദ്യത്തിന് ജിയാങ് ബ്ലാക്ക് മറുപടി പറയും മുമ്പ് 2-3 കാറുകൾ ആ ഭാഗത്തേക്ക് വന്നു. ഏറ്റവും മുന്നിൽ വന്ന കാറിൽ നിന്ന് സുന്ദരിയായ ഒരു യുവതി പുറത്തിറങ്ങി. സാക്ഷാൽ എമിലി ബ്ലാക്ക് ആണ് പുറത്തിറങ്ങിയത്. എമിലി ബ്ലാക്കിന്റെ പുറകെ കറുത്ത ഡ്രസ് അണിഞ്ഞ കുറച്ച് ആളുകളും പുറത്തേക്ക് വരികയാണ്. സകലരും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ ഒരു വൻ നിരയുമായി എമിലി ബ്ലാക്ക് ആ സ്റ്റേജിലേക്ക് നടന്നു കയറുമ്പോൾ നിശ്ചലനായി നിൽക്കാൻ മാത്രമേ സേവിയറിന് പറ്റുന്നുള്ളൂ. സേവിയർ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ അമ്പരപ്പോടെ വരുന്ന ആഗതരെ നോക്കുമ്പോൾ എമിലി നടന്ന് ജിയാങ്ങിന്റെ അടുത്തെത്തി. മിസ് ബ്ലാക്ക്, ഞാൻ എന്താ ചെയ്യണ്ടേ? അത് കേട്ടതും ജിയാങ് ബ്ലാക്കിന്റെ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ എമിലി നടന്ന് സേവിയറിന്റെ മുന്നിലെത്തി. സേവിയറിന്റെ ഒരു കൈ ഇപ്പോഴും ചാട്ടയിലാണ്. സേവിയറിന്റെ മുന്നിലെത്തി എമിലി കൈ നിവർത്തി ഒരു അറ്റിയാടി. ശരിക്കും അപ്രതീക്ഷിതമായിട്ടാണ് എമിലി സേവിയറിനെ ആഞ്ഞടിച്ചത്. സേവിയറിനെ ആഞ്ഞടിച്ചിട്ട് എമിലി ജിയാങ്ങിനോട് പറഞ്ഞു, ഇവനെ പിടിച്ചു കേട്ട്. കേൾക്കേണ്ട താമസം ജിയാങ് ഒരൊറ്റ വലി. ആ ചാട്ടയുടെ മറുഭാഗത്ത് പിടിച്ചിരുന്ന സേവിയർ തിരിച്ച് അപ്രതീക്ഷിതമായിട്ട് ജിയാങ് ആ ചാട്ടയെ പിടിച്ച് വലിച്ചപ്പോൾ അയാൾ കൂടി ചാട്ടയ്ക്കൊപ്പം മുന്നോട്ട് കുതിച്ചു പോവുകയാണ്. അയാൾ ജിയാങ്ങിന്റെ തൊട്ടു മുന്നിലെത്തിയതും ജിയാങ് അയാളുടെ പുറത്ത് കൈ ഒന്ന് വെച്ചു. ജിയാങ് സേവിയറുടെ പുറത്ത് ഇങ്ങനെ കൈ വെക്കുമ്പോൾ സേവിയറിന് ശരിക്കും ഒരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. സേവിയറിന് തന്റെ പുറത്ത് കൈവച്ചിരിക്കുന്നത് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് ഫീൽ ചെയ്ത ആ നിമിഷത്തിൽ എമിലി നടന്ന് മാർക്കിന്റെ അടുത്തെത്തി. മാർക്കിന്റെ അടുത്ത് നടന്നെത്തിയ എമിലിയുടെ കണ്ണുകൾ അങ്ങ് നിറഞ്ഞു. ശരിക്കും അവൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവൾ കണ്ടത്. മാർക്കിന്റെ മുഖം മുതൽ മാർക്കിന്റെ ദേഹത്തു നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാർക്കിന്റെ ദേഹത്ത് എല്ലുകൾ തെളിഞ്ഞു കാണാം. അവന്റെ ശരീരം കീറി മുറിച്ച് രക്തം ഒലിക്കുന്ന ആ രംഗം കണ്ട എമിലി കൈ ഉയർത്തി പതുക്കെ മാർക്കിന്റെ താടി ഒന്ന് ഉയർത്തി. മാർക്കിന്റെ താടി എമിലി ഇങ്ങനെ ഉയർത്തുമ്പോൾ പെട്ടെന്ന് മാർക്കിൽ ഒരു ചലനം ഉണ്ടായി. മാർക്ക് പതുക്കെ കണ്ണു തുറന്നു. മാർക്കിന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത അതിശയം. മാർക്ക് അറിയാതെ പറയുകയും ചെയ്തു, എമിലി. എമിലി ബ്ലാക്കിനെ കണ്ട് മാർക്ക് എമിലി എന്ന് പറയുമ്പോഴേക്കും മാർക്കിന്റെ ബോധം പോയി. അത് കണ്ടതും എമിലി അവളുടെ കൂടെ വന്ന ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ ഒരാൾ പെട്ടെന്ന് കൈയൊന്ന് ഉയർത്തി. മാർക്കിനെ കെട്ടിയിരുന്ന ആ ഇരുമ്പ് ചങ്ങലകൾ പെട്ടെന്നാണ് അറ്റുപോകുന്നത്. അയാൾ കൈ ഉയർത്തിയതും അയാളുടെ കയ്യിൽ നിന്നുള്ള പ്രകാശത്തിൽ മാർക്കിനെ കെട്ടിയിരുന്ന 4 ചങ്ങലകളും അറ്റുതെറിച്ചു. അടുത്ത നിമിഷത്തിൽ ആ ആളുകൾ മാർക്കിനെ തൂക്കിയെടുത്ത് കാറിലേക്ക് കൊണ്ടുപോവുകയാണ്. മാർക്കിന്റെ പുറകെ നടന്നു തുടങ്ങിയ എമിലി തിരിഞ്ഞ് ജിയാങ്ങിനോട് പറഞ്ഞു, ജിയാങ്, മാർക്ക് അനുഭവിച്ചതിനേക്കാൾ ഇയാൾ അനുഭവിക്കണം. ഇവനെ അങ്ങനെ വേഗം കൊല്ലണ്ട. സേവിയറിനെ എന്ത് ചെയ്യണമെന്ന് ജിയാങ് ചോദിക്കുന്നതിന് മുന്നിൽ തന്നെ എമിലി ബ്ലാക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഉത്തരവിട്ട് കഴിഞ്ഞു. കാര്യം മനസ്സിലാക്കിയ ജിയാങ് സേവിയറെ പൊക്കിയെടുത്ത് അതേ തൂണിലോട്ട് ബന്ധിച്ചു. പെട്ടെന്നാണ് സേവിയർ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടത്. എമിലി ബ്ലാക്കും സംഘവും കാറിൽ മൂവ് ചെയ്യപ്പോൾ ജിയാങ് ബ്ലാക്ക് ആ ചാട്ട വീശി തുടങ്ങിയിരുന്നു. ജിയാങ്ങിന്റെ ആദ്യത്തെ അടി സേവിയറുടെ പുറത്ത് വിടുമ്പോൾ തന്നെ സേവിയർ അലറി വിളിച്ചു പോവുകയാണ്. സേവിയറിന്റെ പുറത്ത് തുരുതുര അടി വീണ് തുടങ്ങിയതും സേവിയറിന്റെ ബോധം പോകുന്ന ഘട്ടമായി. ആ സമയത്ത് ജിയാങ് ബ്ലാക്ക് ശരിക്കും അയാളുടെ സ്പിരിച്വൽ എനർജി കൊടുത്ത് സേവിയറെ ബോധത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ അടി തീരുന്നതുവരെയും അവൻ ബോധത്തിൽ ഇരിക്കണം നിർബന്ധമുള്ളത് കൊണ്ട് സേവിയറിനെ തല്ലുമ്പോഴേക്കും ജിയാങ് ബ്ലാക്ക് അയാളെ വീണ്ടും ബോധത്തിലേക്ക് കൊണ്ടുവരികയാണ്. അടി എന്ന് പറഞ്ഞാൽ അതാണ് അടി. ആ അടിയേക്കുന്ന നിമിഷത്തിൽ സേവിയർ അറിയാതെ പ്രാർത്ഥിച്ചു പോവുകയാണ്, എത്രയും പെട്ടെന്ന് മരിക്കാൻ വേണ്ടി. മരിക്കാനായി അയാൾക്ക് സ്വയം ശ്രമിക്കാനും പറ്റില്ല.
ജിയാങ് ബ്ലാക്ക് അയാളോട് പറഞ്ഞു, നീ മരണം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേ നടക്കില്ല. നീ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ തീരൂ. അങ്ങനെ പറഞ്ഞിട്ട് ജിയാങ് വീണ്ടും വീണ്ടും സേവിയറെ തല്ലുകയാണ്. ഇവിടെ ആ അടിമഹോത്സവം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിനെയും കൊണ്ട് എമിലി എത്തിയത് സമീപത്തുള്ള ഒരു പ്രധാന ഹോസ്പിറ്റലിലാണ്. ആ ഹോസ്പിറ്റലിൽ എമിലി എത്തുമ്പോഴേക്കും എമിലിയുടെ ഗ്രാൻഡ് പാ വിളിച്ചു പറഞ്ഞ് പ്രമുഖ ഡോക്ടേഴ്സൊക്കെ എത്തിയിട്ടുണ്ട്. മാർക്കിനെ എത്തിച്ച ആ നിമിഷം തന്നെ അവർ മാർക്കിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. എമിലി ശരിക്കും അസ്വസ്ഥതയോടുകൂടി ആ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലുണ്ട്. സമയം അതിവേഗം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. എമിലി ശരിക്കും ടെൻഷനിലാണ്. അവൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ, മാർക്കിന് ഇപ്പം എങ്ങനെയുണ്ട്? ഹേയ് മിസ് ബ്ലാക്ക്, ശരിക്കും ആ മനുഷ്യൻ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്രയും ശക്തിയുള്ള ഒരു ബോഡി ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായി കാണുകയാണ്. സാധാരണഗതിയിൽ ഏതൊരാളും ഇതിനകം മരിച്ചിരിക്കേണ്ടതാണ്. മിസ് ബ്ലാക്ക്, അയാൾ മരിച്ചില്ല എന്നത് മാത്രമല്ല, അയാൾക്കൊരു കുഴപ്പമില്ല എന്നതും എന്നെ അതിശയപ്പെടുത്തുകയാണ്. പുറത്തുള്ള ആ തൊലി പോയതും ചത കീറിയതും ഒക്കെ അല്ലാതെ വേറെ കാര്യമായ കുഴപ്പമൊന്നും മാർക്കിന് പറ്റിയിട്ടില്ല. മാർക്കിൻ്റെ ബോഡിക്ക് സ്വയം ഹീൽ ചെയ്യാനുള്ള ഒരു അസാധ്യ പ്രവണതയുമുണ്ട്. മാർക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കൾട്ടിവേഷൻ ടെക്നിക്കിൻ്റെ ഒരു ഗുണം മാർക്കിൻ്റെ ബോഡിയിൽ കാണാനുണ്ട്. അത്രയും പറഞ്ഞതിന് ശേഷം ഡോക്ടർ എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, ഇപ്പോൾ തന്നെ മാർക്കിനെ റൂമിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് അവിടെ വെച്ച് ബ്ലാക്കിനെ കാണാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, മാർക്കിനെ ബുദ്ധിമുട്ടിക്കരുത്. മാർക്കിനെ മുറിയിൽ കൊണ്ടുവരുമ്പോൾ കരഞ്ഞു വിളിച്ച് അതൊരു സീനാക്കരുതെന്നാണ് എമിലിയോട് ഡോക്ടർ പറഞ്ഞത്. മാർക്കിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള മുറിയിലെത്തിയ എമിലി ഫോൺ എടുത്ത് ജിയാങ്ങിനെ വിളിച്ചു. എമിലിയുടെ ഫോൺ കേട്ടതും ജിയാങ് ഫോൺ എടുത്തു. ജിയാങ്, അവൻ ഇനി വേണ്ട. വളരെ വ്യക്തമാണ് എമിലി ബ്ലാക്കിന്റെ ഉത്തരവ്. അവൻ ഇനി വേണ്ട. കേൾക്കേണ്ട താമസം. ജിയാങ് ബ്ലാക്ക് സേവിയർ ഒന്ന് നോക്കി. സേവിയർ, നിനക്ക് ഭാഗ്യമുണ്ട്. നീ ഇനി വേദന അനുഭവിക്കേണ്ടി വരില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജിയാങ് ബ്ലാക്ക് അയാളുടെ കൈ ഒന്ന് ഉയർത്തി. അടുത്ത നിമിഷത്തിൽ ആ ഉയർന്ന കൈ അതിശക്തമായി താഴേക്കൊന്ന് താന്നു. ആ നിമിഷത്തിൽ സേവിയറിന്റെ ആ തല ചെറു കഷ്ണങ്ങളായി ചിതറി. ശരിക്കും അയാളുടെ ബാക്കി ബോഡി ഏതാണ്ട് പേസ്റ്റ് ആയതുപോലെയാണ്. സേവിയർ അവിടെ ചിതറി വീഴുമ്പോൾ ജിയാങ് ബ്ലാക്ക് അയാളുടെ കൈ ഒന്ന് ഉയർത്തിയിട്ട് ശരിക്കും അയാൾ പുറകോട്ടൊന്ന് കൈ ആഞ്ഞിട്ട് മുന്നോട്ടൊരൊറ്റ വീശ്. ആ നിമിഷത്തിൽ ജിയാങ് ബ്ലാക്കിന്റെ ആ കൈ സൃഷ്ടിച്ച ആ ഒരു കാറ്റ് തൊട്ടു മുന്നുള്ള ബിൽഡിങ്ങിൽ വന്നിടിച്ചു. ആ ഇടിക്ക് പ്രതിഫലനം ഉണ്ടാവുകയാണ്. ആ ബിൽഡിങ്ങിന് അപ്പുറത്തുള്ള ജയിലിനകത്തുള്ള ആളുകൾ വരെ ആ ശബ്ദം കേട്ടു. കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന ശബ്ദമാണ് അവർ കേൾക്കുന്നത്. അവരുടെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന ഓഫീസ് ബിൽഡിംഗ് നിമിഷ നേരം കൊണ്ട് തകർന്ന് തരിപ്പണമായി. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നീലിനോ കൂടെയുള്ള ആളുകൾക്കോ ഒരു പിടിയുമില്ല. എന്തോ സംഭവിച്ചു, അക്കാര്യത്തിൽ അവർക്ക് ആർക്കും ഒരു സംശയമില്ല. ശരിക്കും കാതടച്ചു പോകുന്ന ശൈലിയുള്ള ഒരു പ്രകമ്പനം തൊട്ടു മുമ്പ് അവർ കേട്ടിരുന്നു. അവരുടെ സമീപത്തുള്ള കെട്ടിടം ഭൂമിയിലേക്ക് തകർന്നു വീഴുന്ന ശബ്ദമാണ് അവർ കേട്ടത്. ആ കെട്ടിടം തകർന്നു വീഴണമെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചിരിക്കണം. മാർക്ക് രക്ഷപ്പെട്ട് കാണും. അങ്ങനെ ഒരു തോന്നലാണ് പെട്ടെന്ന് നീലിനുണ്ടായത്. ഇതേ സമയത്ത് മുറിയിലേക്ക് മാർക്കിനെ കൊണ്ടുവന്നു. മാർക്കിന്റെ അടുത്ത് കട്ടിൽ തന്നെ ഇരിക്കുകയാണ് എമിലി ബ്ലാക്ക്. മാർക്ക് സുഖനിദ്രയിലാണ്. മാർക്കിന്റെ നെറ്റിയിലൂടെ തലോടുകയാണ് എമിലി ബ്ലാക്ക്. ശരിക്കും അവൾക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവളാണ് മാർക്കിനെ ഈ പരുവത്തിൽ എത്തിച്ചത്. ഈ വേദന മുഴുവൻ മാർക്ക് സഹിക്കേണ്ടി വന്നത് എമിലി ബ്ലാക്കിന് വേണ്ടി മാത്രമാണ്. ശരിക്കും താഴെത്തട്ടിലാണ് മാർക്കിന്റെ സ്ഥാനം. അവിടെ നിന്ന് മുകൾ തട്ടിലേക്ക് കുതിച്ചുയരാനായി മാർക്ക് കൊടുക്കേണ്ടി വരുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ശരീരവേദനയാണ്. അവിടേക്ക് എത്താനുള്ള മാർക്കിന്റെ ആ യാത്ര, അതാണ് മാർക്കിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നത്. ശരിക്കും മാർക്ക് ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത അത്രയും വേദനയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറിൽ സഹിച്ചിരിക്കുന്നത്. ആ വേദന മുഴുവൻ സഹിച്ചത് തനിക്ക് വേണ്ടിയാണെന്ന് എമിലിക്ക് നന്നായിട്ട് അറിയാം. ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എമിലിയുടെ കണ്ണിൽ കൂടി കണ്ണുനീർ ധാരധാരയും ഒഴുകി തുടങ്ങിയാണ്. അവർക്ക് സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. മാർക്ക് ഇത്രയും വേദന അനുഭവിക്കേണ്ട ഒരു കാര്യവുമില്ലെന്ന് അവൾക്കറിയാം. അവൾക്ക് ആദ്യം ഒരു കൗതുകം മാത്രമായിരുന്നു മാർക്ക് ഫെല്ലർ. പക്ഷെ എപ്പോഴോ ആ കൗതുകം അവൾ പോലും അറിയാതെ പ്രണയമായി മാറിക്കഴിഞ്ഞു. ഇപ്പോ അവളുടെ ജീവന്റെ ഭാഗമാണ് മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലർ ഉറപ്പായും
1 വർഷത്തിനുള്ളിൽ അവളെ തേടി ന്യൂസ് സെലസ്റ്റിൽ എത്തിയിരിക്കും. അക്കാര്യം ഇപ്പൊ എമിലിക്ക് 100% ഉറപ്പാണ്. ആ ഉറപ്പ് മാർക്കിനുമുണ്ട്. അതുകൊണ്ടാണ് ആ സേവിയറുടെ തല്ല് മുഴുവൻ അവൻ ഏറ്റുവാങ്ങിയത്. 33ാമത്തെ തവണ സേവിയർ അവൻ അടിക്കുമ്പോഴും മാർക്കിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്, അവൻ പരാജയപ്പെടില്ല. ശരിക്കും ആ പ്രതീക്ഷയുടെ ബേസ് എന്ന് പറയുന്നത് എമിലി ബ്ലാക്ക് ആണ്. എമിലിക്ക് അതറിയാം. എമിലി മാർക്കിന്റെ തലമുടിയിൽ കൂടി അങ്ങനെ തലോടുമ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന ഒരാൾ എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, നമ്മൾ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. അത് കേട്ടതും എമിലി അയാളോട് പറഞ്ഞു, അതെനിക്കറിയാം. എമിലി വളരെ ഷാർപ്പായിട്ടാണ് പറയുന്നത്. എമിലി അങ്ങനെ ഷാർപ്പായി സംസാരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരാളും എതിർത്ത് ഒന്നും പറയില്ല. പക്ഷെ ആ മനുഷ്യൻ എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, ഓൾഡ് മാസ്റ്റർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മാർക്കിന്റെ അടുത്ത് അധിക നേരം മിസ് ബ്ലാക്ക് നിൽക്കരുതെന്ന്. മാർക്ക് ഫെല്ലർക്ക് വളർന്ന് വലുതാകണമെങ്കിൽ എമിലി മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് ഓൾഡ് മാസ്റ്റർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാൽക്കുലേഷൻ തെറ്റാതിരിക്കാൻ എമിലി അവിടെ നിന്ന് മാറിയേ പറ്റൂ. മാർക്കിന് ഒരു വാശി വേണം. ആ വാശി ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് വളരാൻ ശ്രമിക്കൂ. മിഡിൽ സിറ്റിയിലെ ഒരു ആരും അറിയാത്ത ചെറുപ്പക്കാരിൽ നിന്ന് ഇന്ന് ജിയാങ്കുവിനെ തോൽപ്പിക്കുന്ന ആളായി മാർക്ക് വളർന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ മാർക്കിന്റെ ആ വാശിയുണ്ട്. നാളെ ന്യൂസ് സെലസ്റ്ററിലെത്തി ബ്ലാക്ക് കുടുംബത്തിന്റെ കണ്ണിലുണ്ണിയായ സാക്ഷാൽ എമിലി ബ്ലാക്കിനെ വിവാഹം ആലോചിക്കുന്ന നിമിഷത്തിലേക്ക് മാർക്കിനെ എത്തണമെങ്കിൽ മാർക്ക് ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു വളർച്ച മാർക്കിന് ഉണ്ടാകണമെങ്കിൽ മാർക്കിന്റെ ഉള്ളിൽ ആ വാശി കെടാതെ സൂക്ഷിക്കണം. അതിന് എമിലിയുടെ സാന്നിധ്യം പ്രശ്നമാകും. എമിലി ഉണ്ടെങ്കിൽ അവന് ഒരു സുരക്ഷിത സ്വയം ഫീൽ ചെയ്യും. ആ ഫീൽ ഉണ്ടാകാൻ പാടില്ല. എമിലിക്കും ഈ കഥകളൊക്കെ അറിയാം. എമിലി വാതിൽക്ക് നിൽക്കുന്ന ആള് പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. എന്നിട്ടും അവക്ക് എണീക്കാനൊരു മടി. എത്രയോ നാളുകൾക്ക് ശേഷമാണ് എമിലി മാർക്കിനെ വീണ്ടും കാണുന്നത്. അവൾ തോംസൺ കുടുംബവുമായി മാർക്ക് ഉടക്കുന്ന സമയത്ത് ചിൽടൗണിൽ ഉണ്ടായിരുന്നു. അന്ന് അവളുടെ അച്ഛൻ അലോഷ്യസ് തോംസൺ കുടുംബത്തെ അവസാനിപ്പിച്ചിട്ട് അവളുമായി ന്യൂ സെലസ്റ്റിലേക്ക് മടങ്ങുമ്പോൾ മാർക്ക് അത്ര ഡെവലപ്ഡ് ആയിരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് മാർക്ക് ഒരുപാട് മാറിയിട്ടുണ്ട്. മാർക്കിന്റെ വളർച്ച എമിലി ബ്ലാക്കിനെ തെല്ലൊന്നുമല്ല സന്തോഷിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാർക്കിനെ വിട്ടിട്ട് പോകാൻ അവർക്ക് തോന്നുകയില്ല. പക്ഷെ അപ്പോഴും വാതിൽക്കിൽ നിന്ന് ആ മനുഷ്യൻ എമിലിയോട് പറയുന്നുണ്ട്, മിസ് ബ്ലാക്ക്, സമയമാകുന്നു. അങ്ങനെ വീണ്ടും ആ മനുഷ്യനെ ഓർമ്മിപ്പിച്ചതും എമിലി എണീറ്റു. എമിലി മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് നടന്നു തുടങ്ങിയതും മാർക്ക് എമിലിയുടെ കയ്യിൽ പിടിച്ചു. എമിലി എന്ന് വിളിച്ചുകൊണ്ടാണ് മാർക്ക് എമിലിയുടെ കൈ പിടിച്ചത്. പെട്ടെന്ന് മാർക്ക് അവളുടെ കൈ പിടിച്ചപ്പോൾ എമിലി ഒന്ന് ഞെട്ടി. എമിലി തിരിഞ്ഞ് മാർക്കിനെ നോക്കുമ്പോൾ മാർക്ക് സുഖനിദ്രയിലാണ്. മാർക്കിന്റെ കണ്ണുകൾ അടഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അവന് എമിലിയുടെ സാന്നിധ്യം എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് കൈക്കറി പിടിച്ചത്. എങ്ങനെ കൃത്യമായിട്ട് എമിലിയുടെ കയ്യിലേക്ക് ആ കൈ എത്തിയെന്ന് ചോദിച്ചാൽ എമിലിക്കും അറിയില്ല. എമിലി വീണ്ടും കട്ടിലിരുന്നു. എമിലി മാർക്കിന്റെ കയ്യിൽ പതുക്കെ തട്ടിയിട്ട് സാവധാനം ആ കൈ എടുത്ത് തിരിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചു. മാർക്കിന്റെ നെറ്റിയിലൂടെ ഒന്ന് തലോടിയിട്ട് എമിലി കുനിഞ്ഞ് മാർക്കിന്റെ നെറ്റിലൊന്ന് ചുംബിച്ചു. അതിനുശേഷം അവൾ അതിവേഗം പുറത്തേക്ക് നടന്നു. മാർക്കിനെ നോക്കാനായി എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. മാർക്ക് ഉറക്കമെണീക്കുന്നത് പിന്നെയും 48 മണിക്കൂർ കഴിഞ്ഞാണ്. മാർക്ക് ഉണരുമ്പോൾ ഒരു നേഴ്സ് ആ മുറിയിലുണ്ട്. നേഴ്സ് മാർക്ക് കണ്ണു തുറന്ന് കണ്ടപ്പോൾ മാർക്കിനെ നോക്കി പുഞ്ചിരിച്ചു. മാർക്ക് ആ നേഴ്സിനെ കണ്ടതും അവളോട് ചോദിച്ചു, ഏയ് മിസ് എമിലി ബ്ലാക്ക് എവിടെ? സർ, മാഡം ന്യൂ സെലസ്റ്റിലേക്ക് മടങ്ങി. ഓ, എമിലി പോയോ? സർ, മാഡം അങ്ങയോട് പറയാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സർ, മാഡം പറഞ്ഞത് മാഡം അങ്ങയ്ക്ക് വേണ്ടി ന്യൂ സെലസ്റ്റിൽ കാത്തിരിക്കുമെന്നാണ്. എമിലി ബ്ലാക്ക് നേഴ്സിനോട് പറഞ്ഞേൽപ്പിച്ച കാര്യം ആ നേഴ്സ് അതുപോലെ തന്നെ മാർക്ക് ഫെല്ലോട് പറഞ്ഞപ്പോൾ മാർക്കിന്റെ മുഖത്ത് ശരിക്കും ഒരു സുന്ദരമായ പുഞ്ചിരി വിരിയുകയാണ്. അവന്റെ ജീവിതം സാർത്ഥകമായ ഒരു ഫീൽ. അവൻ നേഴ്സിനോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പുറത്തേക്ക് വെക്കൂ. നേഴ്സ് പുറത്തേക്ക് പോയപ്പോൾ മാർക്ക് കാര്യങ്ങൾ ക്ലോസ് ചെയ്ത് ഒന്ന് ഇരുന്നു. മാർക്ക് ആ നേഴ്സിനെ പുറത്തേക്ക് പോകാൻ പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. മാർക്കിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നതായി ഒരു തോന്നൽ മാർക്കിന് ഇപ്പോൾ ഉണ്ട്. മാർക്കിന്റെ തലയ്ക്കകത്ത് ഒരു പ്രകാശം ഉണ്ടായി വരുന്നതായി മാർക്കിന് ഒരു ഫീൽ.
ഒരു സുവർണ പ്രകാശമാണ് മാർക്കിന് തലയ്ക്കുള്ളിൽ ഫീൽ ചെയ്യുന്നത്. ആ പ്രകാശത്തിന് ഒരു ഗോതമ്പ് മണിയുടെ അത്ര വലിപ്പമേ ഉള്ളൂ. ശരിക്കും ഗോതമ്പ് മണിയുടെ അതേ വലിപ്പത്തിൽ സ്വർണ്ണ നിറത്തിലെ ആ പ്രകാശം മാർക്കിന്റെ തലയ്ക്കുള്ളിൽ അങ്ങ് ഉറക്കുകയാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് എന്താ ഈ പ്രകാശം. പക്ഷെ ആ പ്രകാശം ഉറയ്ക്കുമ്പോൾ മാർക്കിന്റെ സെൻസ് ഒന്ന് സജീവമായതുപോലെ ഒരു തോന്നലും മാർക്കിന് അനുഭവപ്പെടുന്നുണ്ട്. മാർക്ക് പെട്ടെന്ന് ആ ചിത്രവും അവന്റെ അച്ഛൻ അവനെ ഹാൻഡ് ഓവർ ചെയ്ത ലൈബ്രറിയിലെ സമാന വിവരങ്ങളും ഒന്ന് കമ്പയർ ചെയ്തു. ആ കമ്പാരിസൺ മാർക്കിനെ എത്തിച്ചത് ഡിവൈൻ സെൻസ് എന്ന പദത്തിലേക്കാണ്. ദൈവികമായ ഒരു ബുദ്ധി. അത് ഇപ്പൊ ഇതാ മാർക്കിന്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. മാർക്കിനെ ആ 33 തവണ സേവിയർ ആ ചാട്ട കൊണ്ട് അടിക്കുമ്പോൾ ആ ചാട്ടയിൽ അയാൾ ഒരു സ്പിരിച്വൽ സ്പെല്ല് ചേർത്തിരുന്നു, ഒരു സ്പിരിച്വൽ മന്ത്രം. ആ സ്പിരിച്വൽ വാൻറ്റ് കൊണ്ടുള്ള അടി മാർക്കിന് ഏറ്റപ്പോൾ മാർക്കിന്റെ സ്പിരിച്വൽ സെൻസ് പതുക്കെ പുറത്തേക്ക് വന്നതാണ്. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഉറഞ്ഞു കിടന്നിരുന്ന ആ സ്പിരിച്വൽ സെൻസ് പതുക്കെ പതുക്കെ പുറത്തേക്ക് വരികയായിരുന്നു. ആ സ്പിരിച്വൽ സെൻസ് ഉണരാൻ ഒരു കാരണമായി ആ അടി മാറിയിരിക്കുകയാണ്. മാർക്കിന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു യാദൃശ്ചികതയാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ യാദൃശ്ചികമായി ആ സ്പിരിച്വൽ തല്ലുകൊണ്ട് മാർക്കിന്റെ സ്പിരിച്വൽ സെൻസ് ഉണർന്നിരിക്കുകയാണ്. അതിന് വലിപ്പം വളരെ കുറവാണെങ്കിലും വല്ലാതെ പവർഫുൾ ആണത്. ആ സ്പിരിച്വൽ സെൻസിന് ചുറ്റുവട്ടത്ത് മുഴുവൻ സ്കാൻ ചെയ്യാൻ പറ്റും. ഒരു നിശ്ചിത വിസ്തൃതിയിലുള്ള ഏതൊരാളുടെയും പ്രസൻസ് മാർക്കിന് ഇപ്പോൾ അറിയാം. ആ മുറിക്കുള്ളിലുള്ള ആളുടെ മാത്രമല്ല, മുറിക്ക് പുറത്തും കോറിഡോറിലും മറ്റു മുറികളിലുമുള്ള ആളുകളെയൊക്കെ ആ സ്പിരിച്വൽ സെൻസ് വഴി മാർക്കിന് അറിയാൻ പറ്റുന്നുണ്ട്. മാർക്കിന്റെ ആ സ്പിരിച്വൽ സെൻസ് ശരിക്കും പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ മാർക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കി. ആ മുറിയിലേക്ക് 2 ആളുകൾ വരുന്നുണ്ട്. മാർക്ക് എങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അനവധി സമ്മാനങ്ങളുമായി ജിയാങ് ഗുവും അയാളുടെ സെക്രട്ടറി ഷോങ്ങും അവിടെ എത്തി. ആ സമ്മാനങ്ങൾ മാർക്കിന്റെ മുന്നിലെ ടേബിളിലേക്ക് വെച്ചിട്ട് ജിയാങ് ഗു പെട്ടെന്ന് മാർക്കിന് മുന്നിൽ മുട്ടുകുത്തി. ശരിക്കും ആ കാഴ്ച മാർക്കിനെ തെല്ലെന്ന് പോലെ അമ്പരപ്പിച്ചത്. മാർക്ക് അമ്പരപ്പോട് ജിയാങ് ഗുവിനോട് ചോദിച്ചു, ഏയ് എന്താ ഇത്? മാർക്ക്, ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിയതാണ്, ക്ഷമിക്കണം. ഏയ് ജിയാങ് ഗു, നിങ്ങളോട് ക്ഷമിക്കാനോ? മാർക്ക്, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, അറിവില്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റിപ്പോയതാണ്. മിസ്റ്റർ ജിയാങ് ഗു, നിങ്ങളോട് ഞാൻ എങ്ങനെയാ ക്ഷമിക്കുക? അങ്ങനെ മാർക്ക് ചോദിച്ചപ്പോൾ ജിയാങ് ഗു മാർക്കിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജിയാങ് കുടുംബത്തെ മാർക്കിന് മുന്നിൽ സമർപ്പിക്കുകയാണ്. ജിയാങ് കുടുംബം എന്ന് പറയുമ്പോൾ $10 ബില്യൺ ആസ്തിയുള്ള കുടുംബമെന്ന് നമ്മൾ ഊഹിക്കേണ്ടിയിരിക്കുന്നു. അത്രയും ആസ്തിയുള്ള അനവധി സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഉള്ള ആ കുടുംബം അവരുടെ എൻറ്റയർ സ്വത്തും ഇതാ മാർക്കിന് മുന്നിൽ അടിയറ വയ്ക്കുന്നു. ഞെട്ടിക്കുന്നതാണ് ആ പറച്ചിൽ. അത് കേട്ട് മാർക്ക് തന്നെ ശരിക്കും അമ്പരന്ന് പോയി. മാർക്ക് ഞെട്ടി തന്നെ പറയാം. മാർക്ക് ജിയാങ്ങിനോട് ചോദിച്ചു, ഏയ് ജിയാങ്, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ എനിക്ക് മുന്നിൽ അടിയുറ പറയുന്നു? അതേ മാർക്ക്, ഞാൻ ഉറപ്പായിട്ടും അങ്ങയുടെ അടിമയായി മാറുകയാണ്. ഹേയ് ജിയാങ്, നിങ്ങൾ സത്യമായിട്ടും ഭയക്കുന്നത് ബ്ലാക്ക് കുടുംബത്തെയാണോ അതോ എന്നെയാണോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ജിയാങ് ഗു അല്പസമയമെടുത്തു. അയാൾ മാർക്കിനോട് പറഞ്ഞു, സത്യമായിട്ടും എനിക്ക് ബ്ലാക്ക് കുടുംബത്തെ ഭയമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറെ ഞാൻ മാർക്കിന്റെ വളർച്ച മുന്നിൽ കാണുകയാണ്. മാർക്കിനൊപ്പം നിന്നാൽ എൻ്റെ ഭാവി ശോഭനമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എമിലി ബ്ലാക്ക് ജിയാങ് കുടുംബത്തിൽ വന്നു പോയതിനു ശേഷം ജിയാങ് കുടുംബത്തിൽ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് ജിയാങ് ആ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരെയും കണക്കറ്റ് ശകാരിച്ചു. അവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു മാർക്ക് ഫെല്ലർ ബ്ലാക്ക് കുടുംബത്തിന്റെ പ്രതിനിധിയാണെന്ന്. മാർക്ക് ഫെല്ലറെ പബ്ലിക്കായിട്ട് മിഡിൽ സിറ്റിയിൽ വെച്ച് എമിലി ബ്ലാക്ക് അവതരിപ്പിച്ച കഥ അവർക്കൊക്കെ അറിയാം. മാർക്ക് ഫെല്ലറുടെ വളർച്ചയെക്കുറിച്ച് ശരിക്കും അറിവുണ്ടായിരുന്ന ആ സെക്രട്ടറിയും ബാക്കിയുള്ള ആളുകളും ഒക്കെ മാർക്കിന്റെ ബ്ലാക്ക് കുടുംബമുള്ള ബന്ധം തന്റെ മുന്നിൽ നിന്ന് മറച്ചു വെച്ചത് ശരിയായില്ല എന്ന് ജിയാങ് ഗു പറഞ്ഞപ്പോൾ ആ ആളുകളൊക്കെ നിശബ്ദരാവുകയായിരുന്നു. അവസാനം ആ ചർച്ച ഇനി എന്ത് എന്ന ചോദ്യത്തിലേക്ക് വന്നപ്പോൾ പലരും പല അഭിപ്രായവും പറഞ്ഞു. അവസാനം ആ തീരുമാനമെടുത്തത് ജിയാങ് ഗു ആണ്. മാർക്ക് ഫെല്ലറെ തോൽപ്പിക്കാനാവില്ല. മാർക്ക് ഫെല്ലറെ തൊടാനിറങ്ങിയാൽ ബ്ലാക്ക് കുടുംബം ജിയാങ് കുടുംബത്തെ തുടച്ചു നീക്കും. ആ സാഹചര്യത്തിൽ
മാർക്കുമായി അടുപ്പമുണ്ടാക്കുകയാണെങ്കിൽ ഉള്ള മെച്ചത്തെക്കുറിച്ച് ജിയാൻഗു പറഞ്ഞപ്പോൾ സകലർക്കും ഒരു പ്രതീക്ഷ. അവരെല്ലാവരും പക്ഷെ സംശയത്തോടെയാണ് ആ ചോദ്യം ചോദിച്ചത്. മാർക്ക് അങ്ങനെ നമ്മളുമായിട്ട് അടുക്കാൻ തയ്യാറാകുമോ? ആ ചോദ്യത്തിലുള്ള ഉത്തരവുമായിട്ടാണ് യഥാർത്ഥത്തിൽ ജിയാൻഗു ഹോസ്പിറ്റലിൽ വന്നത്. അതുകൊണ്ടാണ് അയാളുടെ സർവസ്വവും മാർക്കിന് മുന്നിൽ അടിയറ വെക്കുന്നു എന്ന് പറഞ്ഞത്. ജിയാൻഗു പറഞ്ഞ കാര്യം കേട്ടതും മാർക്ക് ജിയാൻഗുവിനെ പിടിച്ചെണീപ്പിച്ചു. നോക്ക്, വ്യക്തിപരമായി എനിക്ക് നിങ്ങളോട് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല. യാദൃശ്യവശാൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മളെ ശത്രുക്കളാക്കിയതാണ്. ഓക്കെ, നമുക്ക് പോവാം. നിങ്ങളുടെ മകനെ ഞാൻ ചികിത്സിക്കാം. മാർക്ക് അത് പറഞ്ഞതും ഷോങ് മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, യങ് മാസ്റ്റർ ഹൊറാൻ ഇപ്പൊ ഇല്ല. എന്തു പറ്റി? ഹൊറാനെ മിസ് ബ്ലാക്ക് ഹൊറാനെ മിസ് ബ്ലാക്ക് എന്ന് ഷാങ് പറഞ്ഞതും ജിയാൻഗു കയറി ഇടപെട്ടു. ഷാങ് നിർത്ത്. മാർക്ക്, അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്, നമുക്കതൊക്കെ വിടാം. അയാളുടെ മകൻ ഹാരോന്റെ ജീവൻ നഷ്ടമായി എന്ന് ഷോങ്ങിന്റെ വാക്കുകൾ വ്യക്തമാക്കുകയാണ്. ആ മരണത്തിൽ തനിക്കും പങ്കുണ്ട്. ആ ചിന്ത ഇപ്പോൾ മാർക്കിനുണ്ട്. മാർക്ക് ജിയാൻഗുവിനോട് പറഞ്ഞു, ജിയാൻ, ആ മാർഷൽ ആർട്സിന്റെ പ്രസിഡന്റ് എൻ്റെ സുഹൃത്ത് നീൽ ഫ്ലമിംഗ് ഉണ്ട്. അയാൾക്കൊപ്പമുള്ള ആളുകളെയും അവിടെ നിന്ന് പുറത്തിറക്കണം. മാർക്ക്, അതിപ്പോൾ തന്നെ ചെയ്യാം. ജിയാൻ ആ നിമിഷത്ത് തന്നെ അവിടെ ചുമതലയുള്ള മറ്റാളുകളെ വിളിച്ച് നിർദ്ദേശം കൊടുത്തു. ജിയാങ്ങും ഷോങ്ങും അവിടെ നിന്ന് ഇറങ്ങിയതും മാർക്ക് അവർക്കൊപ്പം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ജിയാങ്ങിനൊപ്പം ജിയാങ്ങിന്റെ വീട്ടിലെത്തിയ മാർക്കിന് മുന്നിൽ ജിയാങ് അയാളുടെ എല്ലാ അസറ്റിന്റെയും ഡീറ്റെയിൽസ് കൊണ്ടുവച്ചു. എത്ര ഹോസ്പിറ്റൽസ് അവർക്കുണ്ട്, എത്ര സ്കൂളുകൾ അവർക്കുണ്ട്, എത്ര എസ്റ്റേറ്റുകൾ അവർക്കുണ്ട്, ബിസിനസ് സംവിധാനങ്ങൾ എത്രയുണ്ട്, ഫാക്ടറികൾ എത്രയുണ്ട്, എല്ലാ ഡീറ്റെയിൽസും കൊണ്ടുവയ്ക്കുകയാണ്. ശരിക്കും ഒരു ബണ്ടിൽ സാധനം തന്നെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു എന്ന് പറയാം. മാർക്ക് ആ സാധനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വല്ലാത്തൊരു ഭയത്തോടു കൂടി ജിയാങ് കുടുംബത്തിലെ ആളുകളൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. മാർക്ക് എല്ലാവരും നോക്കിയിട്ട് ജിയാങ്ങിനോട് പറഞ്ഞു, ജിയാങ്, നിങ്ങളുടെ ലാഭത്തിന്റെ 50% മാത്രം എനിക്ക് മതി. 100% ജിയാങ് മാർക്കിന് വിട്ടുകൊടുത്തതാണ്. മാർക്ക് പക്ഷേ 50% എടുത്തിട്ട് 50% ജിയാങ്ങിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞതും പെട്ടെന്ന് ആ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു ആശ്വാസമായി. അവരെല്ലാവരും ദാരിദ്ര്യത്തിലേക്ക് പോകേണ്ടി വരുമോ എന്ന സംശയിച്ചപ്പോഴാണ് മാർക്ക് അങ്ങനെ ഇടപെട്ടത്. ജിയാങ് കുടുംബത്തിൽ നിന്ന് മാർക്ക് നേരെ എത്തിയത് ആ പ്രിസണിലേക്കാണ്. പ്രിസണിൽ മാർക്ക് എത്തി അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഗേറ്റ് തുറന്ന് അവിടുത്തെ ജീവനക്കാർ നീൽ ഫ്ലമിങ്ങിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. നീല് പുറത്തു വരുമ്പോൾ അവരെ കാത്തു നിൽക്കുകയാണ് സാക്ഷാൽ മാർക്ക് ഫെല്ലർ. അവൻ ഓടി വന്ന് മാർക്ക് ഫെല്ലറെ കെട്ടിപ്പിടിക്കുകയാണ്. മാർക്ക്, എന്താ സംഭവിച്ചത്? നീല് ആ ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെയും അകത്തുനിന്ന് പുറത്തേക്ക് ആളുകൾ വരികയാണ്. ജീവിതകാലം മുഴുവൻ ആ ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് കരുതിയ അനവധി ആളുകൾ മാർക്ക് ആവശ്യപ്പെട്ട അനുസരിച്ച് മോചിപ്പിക്കപ്പെട്ട് പുറത്തേക്ക് വരികയാണ്. ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.